കമ്പ്യൂട്ടർ സയൻസ് ആർക്ക് ഇന്ന് എക്സാം ഉണ്ട് അല്ലേ? കമ്പ്യൂട്ടർ സയൻസ് ആരൊക്കെ ഒന്ന് ഹായ് കാണിച്ചേ നോക്കട്ടെ. ഓക്കെ, ആ കുറെ പേരുണ്ടല്ലോ. ഓക്കെ ഓക്കെ. കൊമേഴ്സ് ആരൊന്നും കാണിച്ചായി? ആ കുറച്ച് പേര്. സോ കമ്പ്യൂട്ടർ സയൻസ് അല്ലെ ഫസ്റ്റ് ടേമിലെ ടോപ്പിക് അന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നില്ലേ? അതൊന്നും കൂടി ഒന്ന് റീഫ്രഷ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിലോട്ട് പോവാം. മെയിൻ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ട് പോവാം. വേഗം പറഞ്ഞു പോവാം. ഓക്കെ ഓക്കെ സാർ. ഫസ്റ്റ് ചാപ്റ്റർ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ 3 മെയിൻ ടോപ്പിക്സും പറഞ്ഞായിരുന്നു. കൗണ്ടിങ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് നമ്പർ സിസ്റ്റം, അബാക്കസ്, ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഇത് 3 നിങ്ങൾ നോക്കണ്ടേന്ന് പറഞ്ഞായിരുന്നു. സോ നമുക്ക് അതിൽ ഓരോന്നിലേക്കും പോവാം. ഇവല്യൂഷൻ ഓഫ് നമ്പർ സിസ്റ്റത്തിലെ ഇതെന്തായാലും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം കേട്ടോ. നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല ഒന്ന് എക്സാം അല്ലേ? സോ ഇതൊന്നും കൂടി നോക്കാം. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം അതിൻ്റെ ബേസ് 10 അതായത് 10 സിമ്പിൾസ് ഉണ്ട് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിൽ. അതേപോലെ സുമേറിയൻ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 60 ആണ് അതിൻ്റെ ബേസ്, അതായത് 60 സിമ്പിൾസ് ഉണ്ട്. ഇനി ചൈനീസ് നമ്പർ സിസ്റ്റം 10 സിമ്പിൾസ് ഉണ്ട്. ഓക്കെ. റോമൻ സിസ്റ്റം 7 സിമ്പിൾസ് ഉണ്ട്. മെയിൻ സിസ്റ്റം 20 സിമ്പിൾസ് ഉണ്ട്. സോ ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാ? സുമേറിയൻ നമ്പർ സിസ്റ്റം ആണ്. കാരണം 60 സിമ്പിൾസ് ഉണ്ട്. അതിൻ്റെ ബേസ് 60 ആണ്. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും 1 വേർഡുകൾ വരാറുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്നാണ് 1 വേർഡ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതിൽ വന്ന ക്വസ്റ്റ്യൻസ് നമ്മളന്ന് കണ്ടിട്ടുള്ളതല്ല. ഒന്നുകൂടി നോക്കിക്കോ. ദ സുമേറിയൻ ഓർ ബേബിലോണിയൻ നമ്പർ സിസ്റ്റം യൂസ് ഡാഷ് ആസ് ഇറ്റ്സ് ബേസ്. കണ്ടോ? അതിൻ്റെ ബേസ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 60 ആണല്ലേ. ആൻഡ് എഗെയിൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ വരുന്നത് സുമേറിയൻ നമ്പർ സിസ്റ്റം എന്നാണ്. അതായത് നമ്പർ സിസ്റ്റം വിത്ത് ലാർജസ്റ്റ് ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ അതും സുമേറിയൻ നമ്പർ സിസ്റ്റം ആണ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് വെച്ചാൽ അതിലെ നമ്പർ ഓഫ് സിമ്പിൾസിന്റെ എണ്ണത്തിനെയാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ. അതായത് ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിന് എത്ര ബേസ് നമ്മൾ പറയാ? ബേസ് 2 എന്നല്ല പറയാ ബൈനറി നമ്പർ സിസ്റ്റം. അതെന്തുകൊണ്ടാണ്? അതിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെ 2 സിമ്പിൾസേ ഉള്ളൂ, 0s and 1s. അതുകൊണ്ടാണ് അതിന്റെ ബേസ് 2 ആണെന്ന് പറയുന്നത്. ഓക്കെ. സോ അതിൽ എത്ര സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ആദ്യത്തെ ആ തന്നേക്കണ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചിട്ട് പോകണം. ആ നമ്പേഴ്സ്, ഓരോ നമ്പേഴ്സിൻ്റെയും ബേസ്. ഓക്കെ. പിന്നെ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആയിരുന്നു അബാക്കസ് എന്നുള്ളത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത പഴയ ഒരു കാൽക്കുലേറ്റിംഗ് മെഷീനാണ് ഈ അബാക്കസ് എന്ന് പറയുന്നത്. ബേസിക് കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന മെഷീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു സിസ്റ്റമാണ് അബാക്കസ് എന്ന് പറയുന്നത്. ഇതിൽ എന്താ കുറേ മുത്തുകൾ ഇങ്ങനെ കോർത്തിട്ടുണ്ടാവും. അത് ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഇതൊരു ബേസിക് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസിന് മാത്രമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സിസ്റ്റമാണ്. ഇതിനൊരു ഫസ്റ്റ് കമ്പ്യൂട്ടർ ഫോർ ബേസിക് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ. അത്രയും മനസ്സിലാക്കിയ അബാക്കസ് ആണെങ്കിൽ നമുക്കൊരു ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ഞാൻ അന്നും പറഞ്ഞിരുന്നു പഠിക്കണമെന്ന്. സോ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ഇതിലെ മെയിനായിട്ട് ആ ഫസ്റ്റത്തെ ആ ടെക്നോളജി എന്നുള്ള ഒരു പ്രോ ഇല്ലേ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. അതായത് ഓരോ ജനറേഷനിലും ഏത് ടെക്നോളജി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരുന്ന ടെക്നോളജിയാണ് വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. അതായത് വാക്വം ട്യൂബ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ട്യൂബുകളാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ സൈസ് എന്ന് പറയുന്നത് തന്നെ ഹ്യൂജ് സൈസ് ആയിരുന്നു. അതായത് ഒരു വലിയൊരു റൂം, ഒരു വലിയ ബിൽഡിംഗ് വരെ ഒക്കിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് ജനറേഷനിലോട്ട് വരുമ്പോൾ അത് ട്രാൻസിസ്റ്റർ ആവും, കുറച്ചും കൂടി ചെറുത്. ഓക്കെ. ആൻഡ് തേർഡ് ജനറേഷനിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയി, വീണ്ടും കുറച്ചും കൂടി ചെറിയ കമ്പ്യൂട്ടേഴ്സ് ആയി. പിന്നെ ഫോർത്ത് ആയപ്പോഴേക്കും എന്താ, ലാപ്ടോപ്പും അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയി. അതായത് മൈക്രോ പ്രോസസർ യൂസ് ചെയ്തു, അതും ഇതിനേക്കാളൊക്കെ പിന്നെയും ചെറുതാണ്. ഓക്കെ. ആൻഡ് ലാസ്റ്റത്തെ ഫിഫ്ത്ത് ജനറേഷൻ, അതായത് ഇപ്പോൾ കറന്റ് ജനറേഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് എന്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ. സോ ഇത് നിങ്ങൾ നോക്കി വെക്കുക, ഈ ഓർഡറിലങ്ങ് പഠിച്ചിട്ടാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും 2 ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് എഴുതാൻ പറയും, അതും അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. അതിൽ ബേസിക്കലി നമ്മൾ നോക്കിയിരിക്കേണ്ട ഈ ടെക്നോളജി എന്നുള്ള പാർട്ടാണ്. അതുപോലെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ. ലാംഗ്വേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ചാണ് പറയുന്നത് ആ ഒരു കോളത്തിൽ.
അതായത് ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടേഴ്സിൽ മെഷീൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ 0s and 1s വെച്ചിട്ട് നമ്മൾ കോഡ് ചെയ്യേണ്ടി വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും അസംബ്ലി ലാംഗ്വേജ് വന്നു. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഹയർ ലെവലാണ്. പക്ഷേ അതെന്താ, അതിലും നമ്പേഴ്സ് ആണ് കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂമോണിക് കോഡ്സ് എന്നാണ് പറയുക. മെഷീൻ അസംബ്ലി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഡ്സിനെ ന്യൂമോണിക് കോഡ്സ് എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ തൊട്ടാണ്, അതായത് തേർഡ് ജനറേഷൻ തൊട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള C++ പോലെയുള്ള, നമ്മൾ C++ഉം കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. സോ അതേപോലത്തെ ലാംഗ്വേജുകൾ ഇവോൾവ് ചെയ്ത് വന്നത് തേർഡ് ജനറേഷൻ മുതലാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് C++ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലുള്ള വേർഡ്സും അതുപോലത്തെ കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, നമ്പേഴ്സ് വെച്ചിട്ടല്ലല്ലോ കോഡ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ലാംഗ്വേജസിനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ ഷോർട്ട് ഫോം ആയിട്ട് HLL എന്നും പറയും, ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഷോർട്ട് ഫോം. ഓക്കെ, സോ അത് നമ്മൾ തേർഡ് ജനറേഷൻ തൊട്ട് കറന്റ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ അത് തുടങ്ങുന്നത് തേർഡ് ജനറേഷൻ ആണ്, അത് ഓർത്തിരിക്കണേ. ഓക്കെ, സോ അതാണ് അതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഈ ഒരു പോർഷൻ ആണ്. ഞാൻ അന്ന് പറഞ്ഞാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു തൊട്ട് മുന്നേ നോക്കിയ ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. ഒരു ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഡിഫറെൻറ്റ് ജനറേഷൻ, അതായത് 4th ജനറേഷൻ വരെയുള്ള കമ്പ്യൂട്ടേഴ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് സെക്കൻഡ് കോളത്തിൽ നമ്മൾ ടെക്നോളജീസ് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് മാച്ച് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. മെയിനായിട്ട് ഇതും അബാക്കസും പിന്നെ ഞാൻ പറഞ്ഞ നമ്പർ സിസ്റ്റത്തിന്റെ ബേസും കാര്യങ്ങളും ചോദിക്കുന്ന രീതിയിലുള്ള 1 വേർഡ്, ഇത്രയാണ് ഈ ചാപ്റ്റർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പറയണം അല്ലേ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൽജിബ്ര. ഇത് കൊമേഴ്സുകാർക്കാണെങ്കിൽ ഇതിൽ കമ്പ്യൂട്ടർ സയൻസുകാർക്കുള്ള അത്രയും ഇല്ല പഠിക്കാൻ, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, എത്തുമ്പോൾ പറയാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള നമ്പർ കൺവേർഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. സാറേ സ്ലൈഡ് ഒന്ന് ഹൈഡ് ചെയ്തു. അതിൽ നമ്പർ കൺവേർഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കണം. അത് കൊമേഴ്സുകാർക്കും ഉണ്ട് കേട്ടോ, കമ്പ്യൂട്ടർ സയൻസിനും കൊമേഴ്സിനും ഉണ്ട്. നമ്പർ കൺവേർഷൻസ്. സോ അതിൽ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ അറിയണം. ഡെസിമൽ ടു ബൈനറി എന്തായാലും അറിയണം. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എങ്ങനെ ചെയ്യാം? ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവുക. എന്നിട്ട് അതിന്റെ റിമൈൻഡേഴ്സ് നമ്മൾ ഇങ്ങനെ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ആ റിമൈൻഡേഴ്സ് എടുത്ത് എഴുതാം. ഇതറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇല്ല, ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ ഇതിൽ നടക്കുന്ന എന്താ? കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 അല്ലേ? 2 വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. എന്നിട്ട് റിമൈൻഡർ എടുത്ത് എഴുതും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് എന്താ? 2 ആണല്ലേ? അതുകൊണ്ടാണ് നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഡെസിമലിനെ തന്നെ നമുക്ക് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം വിചാരിക്കുക. ഒക്ടൽ നമ്പറിലോട്ട്. ഒക്ടലിന്റെ ബേസ് എത്രയാ? 8 അല്ലേ? സോ ഇതിനകത്ത് ഡിവൈഡ് ചെയ്യേണ്ടത് 8 വെച്ചിട്ടാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. മനസ്സിലായില്ലേ? പിന്നെ ഇത് തന്നെ തിരിച്ചും വരും, ബൈനറി ടു ഡെസിമൽ എന്നുള്ളതും വരും. ഡെസിമൽ ടു ബൈനറി ഡിവിഷൻ ആണെങ്കിൽ ബൈനറി ടു ഡെസിമലിൽ നമ്മൾ അതിന്റെ ബേസ് വെച്ചിട്ട് ബേസിന്റെ പൊസിഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അത് തന്നെ ഒക്ടലിലാണെങ്കിൽ 8^0 8^1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഓരോ പൊസിഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാണ് നമ്മൾ തിരിച്ചുള്ള കൺവേർഷനിൽ ചെയ്യാം. ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് ബേസിക് പറയാം. ഓക്കെ, 10
1 എന്നുള്ളൊരു ബൈനറി നമ്പർ ആണെന്ന് വിചാരിക്കുക. ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് പൊസിഷൻ ഇടാം. 0 1 2 3 അല്ലേ? സോ ഇവിടെ ഫസ്റ്റ് ഈ 1 എടുക്കുക. 1 ഇൻറ്റു എത്ര ചെയ്യണ്ടേ? 2 റൈസ് ടു 0. ഇനി അടുത്തത് 1 ഇൻറ്റു 2 റൈസ് ടു 1. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ പ്ലസ് പ്ലസ് എന്നുള്ളതുണ്ട്, നോക്കണം. 0 ഇൻറ്റു 2 റൈസ് ടു 2 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 3. ഇത് എത്ര കിട്ടുക? 1 ഇൻറ്റു 2 റൈസ് ടു 3 എത്രയാ? 2 റൈസ് ടു 3 എത്രയാ വാല്യൂ? 8 അല്ലേ? 8 പ്ലസ് അടുത്ത് 0 ഇൻറ്റു 2 റൈസ് ടു 2. അതെന്തായാലും നോക്കണ്ടല്ലോ, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അത് 0 ആയിരിക്കും. നെക്സ്റ്റ് 1 ഇൻറ്റു 2 റൈസ് ടു 1. 2 റൈസ് ടു 1 എന്താ? 2 തന്നെയല്ലേ? സോ 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 0. 2 റൈസ് ടു 0 എന്താ? 1 അല്ലേ? സോ അത് 1 അല്ലേ? ഇത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 പ്ലസ് 2 10 പ്ലസ് 1 11 അല്ലേ? 11 ആണ് ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ. ഇനി നമുക്കിത് തിരിച്ച് ചെയ്ത് നോക്കാം. തിരിച്ച് ഈ 11 നമുക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്താൽ കറക്റ്റ് 1011 ആണോ കിട്ടാൻ നോക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? ഇതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഡെസിമൽ നമ്പർ ആണ് കേട്ടോ. അതാണ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ താഴെ 10 ഇട്ടേക്കുന്നത്. തിരിച്ച് ചെയ്ത് നോക്കാം. 2. സോ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുക? 5 ടൈംസ് അല്ലേ? സോ റിമൈൻഡർ 1 കിട്ടി. ഇനി 5നെ പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്ര? 2 ടൈംസ് അല്ലേ? വീണ്ടും 1 കിട്ടി അല്ലേ? ഇനി 2നെ നമുക്ക് 2 കൊണ്ട് പിന്നെയും ഡിവൈഡ് ചെയ്തൂടെ? 1 ടൈം അല്ലേ? 0 കിട്ടി. ഇനി നമ്മളിത് ഇങ്ങോട്ടാണ് വായിക്കേണ്ടത്. എന്താ കിട്ടുക? 1011. ഇതന്നെയല്ലേ കിട്ടിയത്? ഓക്കെ അല്ലേ? സോ മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇത് ബൈനറി ആയിരുന്നു. ആ ബൈനറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആ ബൈനറിയുടെ ബേസിന്റെ പൊസിഷൻ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. കണ്ടാ? ഇനി തിരിച്ച് ആണെങ്കിലോ, നമ്മൾ തിരിച്ച് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഒരു ഡെസിമലിനെ നമ്മൾ 2 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ റിമൈൻഡർ എടുത്തിട്ട് റിവേഴ്സ് ഓർഡറിൽ എഴുതും. ഓക്കെ ഓക്കെ ഇതേപോലെയാണ് ഒക്ടൽ. ഒക്ടലിലോട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2ന് പകരം 8 കൊടുക്കുക. 2 എഴുതിയിടത്തൊക്കെ 8 കൊടുക്കുക. അപ്പൊ അത് ഒക്ടലിലോട്ടായിരിക്കും കൺവേർട്ട് ആവുക. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ കൺവേർഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ടത് ബൈനറി ടു ഡെസിമലും ഡെസിമൽ ടു ബൈനറിയാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. ഓക്കെ, കാരണം ബൈനറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ബാക്കി നമ്പർ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള മെയിൻ ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് വൺസ് കോംപ്ലിമെന്റ്. ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം അറിയുന്ന കുറെ പേർക്ക് ഇത് അറിയൂല എന്നുള്ളത്. വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ എടുത്ത ആ നമ്പർ തന്നെ നമുക്ക് എടുക്കാം, 1011. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ വൺസ് എല്ലാം 0 ആക്കുക, സീറോസ് എല്ലാം വൺസ് ആക്കുക. അപ്പൊ കിട്ടുന്നതാണ് വൺസ് കോംപ്ലിമെന്റ്. സിമ്പിൾ അല്ലേ? സോ ഈ 1 0 ആക്കുമ്പോൾ 0 0 1 0. ഇതാണ് ഈ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ്. ഇനി ഇതിന്റെ തന്നെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചിട്ട്
പ്ലസ് 1 ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 2's കോംപ്ലിമെന്റ് കിട്ടും. സോ ഇവിടെ എന്താ 1 0 1 0. ഓക്കെ, ഇത് ഇങ്ങനെയും ചെയ്യാം. ഇതും അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം 8 ബിറ്റ് ആയിട്ട്. ഇതിപ്പോൾ എത്ര ബിറ്റ് ഉണ്ട്? 1 2 3 4. ബിറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഡിജിറ്റ് ആണ് കേട്ടോ. ലൈക്ക് 1 2 3 4 4 ബിറ്റ് ആണല്ലേ ഇത്. ഇതിന് പകരം നമുക്ക് 8 ബിറ്റ് ആയിട്ട് ചെയ്യാം. അത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഇതിന് മുന്നേ 4 0 കൂടി ആഡ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് അതും മാറ്റി എഴുതാം അവിടെ എത്തുമ്പോൾ. ഓക്കെ, അത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിൽ പെട്ടതാണത്. ഓക്കെ, അതേപോലെ ഇനിയിപ്പോൾ നേരെ ഇങ്ങനെ ബൈനറി നമ്പർ തന്നിട്ടായിരിക്കില്ല ചിലപ്പോൾ 1's കോംപ്ലിമെന്റ് അല്ല 2's കോംപ്ലിമെന്റോ 1's കോംപ്ലിമെന്റ് ഒക്കെ ചെയ്യാൻ പറയാം. ചിലപ്പോൾ നിങ്ങളോട് ഡെസിമൽ നമ്പർ ഏതെങ്കിലും തരും, അതിന്റെ 1's കോംപ്ലിമെന്റ് അല്ലെങ്കിൽ 2's കോംപ്ലിമെന്റ് ചെയ്യാൻ പറയും. ആ സമയത്ത് എന്ത് ചെയ്യണം? ആ ഡെസിമൽ വാല്യൂവിനെ നമുക്ക് നേരെ കാണാൻ പറ്റില്ല അല്ലെ, 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റും. ആ സമയത്ത് നമ്മൾ ആ ഫസ്റ്റ് തന്നെ ആ ഒരു ഡെസിമൽ വാല്യൂവിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം ബൈനറിയിലേക്ക്. എന്നിട്ടാണ് അതിന്റെ 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റും കാണേണ്ടത്. ഓക്കെ, ഡെസിമൽ വാല്യൂ തന്നാൽ അപ്പോൾ അതിന് നമ്മൾ ബൈനറിയിലോട്ട് മാറ്റണം. 1's കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2's കോംപ്ലിമെന്റ് 1's കോംപ്ലിമെന്റ് ഏത് കാണാൻ പറഞ്ഞാലും. ഓക്കെ, സോ അത് എളുപ്പമുള്ള ടോപ്പിക് ആയിരുന്നില്ലേ 1's കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ്. ഇത് കൊമേഴ്സുകാർക്ക് ഉണ്ട് കേട്ടാ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ സാർ, നെക്സ്റ്റ് ഇത് നമ്മളന്ന് കണ്ടതല്ല, ഈ ഒരു -35ന്റെ 2's കോംപ്ലിമെന്റ് കാണുന്നത്. അതിന് പറയണ്ടല്ലോ, ഇതേപോലെ ആയിരിക്കും വരിക. ഡയറക്റ്റ് നിങ്ങളെടുത്ത് ബൈനറി നമ്പർ തന്നിട്ടായിരിക്കില്ല ചിലപ്പോൾ പറയാട്ടോ. ഇതേപോലെ ഏതെങ്കിലും ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടായിരിക്കും അതിന് 2's കോംപ്ലിമെന്റ് കാണാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം കാണേണ്ടത്. ഇനി ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ലോജിക് ഗേറ്റ്സ്. ഇത് കൊമേഴ്സുകാർക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. കൊമേഴ്സുകാർക്ക് ഇല്ല, ഇത് കമ്പ്യൂട്ടർ സയൻസുകാർക്കാണ് മെയിൻ ആയിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള 3 ലോജിക് ഗേറ്റ്സ് ആണ്: ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ജസ്റ്റ് ലോജിക് ഗേറ്റ്സ് ഏതൊക്കെ 3 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 3 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് അതിന്റെ സിമ്പിൾസ് നോക്കാം. സിമ്പിൾസ് അറിഞ്ഞിരിക്കണം കേട്ടോ, നമ്മൾ അന്ന് നോക്കിയതാണ് സിമ്പിൾസ്. നെക്സ്റ്റ്, ഇതാണ് ലോജിക്കൽ ഓർ ഗേറ്റ്. ഈ ഓർ എന്ന് പറയുന്നതും നമ്മൾ ഇക്വേഷനിൽ പ്ലസ് എന്ന് പറയുന്നതും ഏകദേശം ഈക്വൽ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ സിമ്പിൾ. സോ ഇതിൽ 2 ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട് അല്ലേ. സോ 2 ഇൻപുട്ടിൽ ഇവിടെ എയും ബിയും ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A+B ആയിരിക്കും. ഓർ ഗേറ്റിന്റെ കേസിൽ മാറിപ്പോരുത്. ഓക്കെ, സോ ഇതിൽ ഇവിടെ ട്രൂത്ത് ടേബിൾ വന്നിട്ടുണ്ടല്ലോ. ഓരോന്നിന്റെ ഇൻപുട്ട് വരുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? രണ്ടും 0 വരികയാണെങ്കിൽ 0 + 0 0 വന്നു. ഇനി അടുത്ത 0 + 1 1 വന്നു. 1 + 0 1 വന്നു. 1 + 1 1 വന്നു. ഇത് വേറെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ 1 ആണെങ്കിൽ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും, ഓർ ഗേറ്റ് ആണെങ്കിൽ. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ മതി, അപ്പൊ തന്നെ ഔട്ട്പുട്ട് എന്താവും? 1 ആവും അല്ലെ. അങ്ങനെയല്ലേ? ഇല്ല, ആകെ 0 ആയപ്പോഴാണ് 2 0 ആയപ്പോ അല്ലെ. ബാക്കി എല്ലാ കേസിലും 1 ആണ്. ഏതെങ്കിലും ഒരെണ്ണം, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം 1 ആണെങ്കിൽ എന്താ? ഔട്ട്പുട്ട് 1 ആയിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഗേറ്റ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് നമ്മൾ പൊതുവെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഡോട്ട് വെച്ചിട്ടാണ് ഇക്വേഷൻസ് വരുമ്പോൾ റെപ്രസെന്റ് ചെയ്യുക. ഇതിന്റെ ഔട്ട്പുട്ട് ഏകദേശം അങ്ങനെയാണ്. അഗെയിൻ ഈ ഗേറ്റിന്റെ പിക്ചർ റോങ് ആണ്. അതിൽ ലാസ്റ്റത്തെ സാർ ഇത് ഹൈഡ് ചെയ്തോ. ഇങ്ങനെയാണ് ആൻഡ് ഗേറ്റ് വരിക. 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. ഇവിടെ A, B എന്നാണ് ഇൻപുട്സ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A.B ആയിരിക്കും. സോ ആൻഡ് ഗേറ്റിന്റെ കേസിൽ 1 ഔട്ട്പുട്ട് ആവണം എന്നുണ്ടെങ്കിൽ രണ്ടും 1 ആയാൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. ഓറിൽ എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ തന്നെ ഔട്ട്പുട്ട് 1 ആണ് അല്ലേ. പക്ഷെ ആൻഡ് ഗേറ്റിൽ രണ്ടും 1 ആയാൽ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. അതാണ് വ്യത്യാസം. രണ്ടും 1 ആവണം, അല്ലാത്ത പക്ഷമൊക്കെ 0 ആണ്. സോ ആകെ ഒരു കേസിലെ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. എയും ബിയും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടും 1 ആവുള്ളൂ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി ട്രൂത്ത് ടേബിൾ എഴുതാം.
എ ആൻഡ് ബി എന്ന് എഴുതുന്നത് എങ്ങനെയാ? എ ഡോട്ട് ബി എന്നാണ് കേട്ടോ എഴുതുക. എ ആൻഡ് ബി എന്നാണ് അർത്ഥം. സോ 0 0 ഇതിപ്പോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ എഴുതാനും മതി. 0 × 0 എന്താ? 0. ഇനി 0 1 ഇൻപുട്ട് കൊടുത്തു വിചാരിക്കുക, അപ്പോഴും എന്താ? 0 × 1 0 ആണ്. 1 × 0 അതും 0 ആണ് അല്ലേ? ഇനി 1 × 1 എന്താ? ഔട്ട്പുട്ട് 1 ആണ്. സോ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നവരെ എക്സാക്ട്ലി ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക? അതാണ് ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും. അതുകൊണ്ടാണ് നമ്മളത് ഡോട്ട് എന്നുള്ള സിമ്പിൾ വെച്ചിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഇക്വേഷനിൽ. ഓക്കെ, ക്ലിയർ ആണോ? അയൺചേ ഓക്കെ. ഇനി അടുത്തൊരു ഗേറ്റ് ആണ് ഓർ ഗേറ്റ്, സോറി നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൽ മറ്റ് ഗേറ്റുകളിൽ രണ്ടിലും നമ്മൾ എന്താ 2 ഇൻപുട്സ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ നോക്കിയാലോ, ഇവിടെ ആകെ ഒരു ഇൻപുട്ടേ ഉള്ളൂ, ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. സോ ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ വാല്യൂന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. 1 ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 0 ഔട്ട്പുട്ട് കിട്ടും. ഇനി 0 ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 കിട്ടും. ഇത് അവിടെ ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നേക്കണ ടേബിളിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ എയിലെ വാല്യൂ 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താവും? 1 ആവും. എയിൽ ഇപ്പോൾ നമ്മൾ 1 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് 0 ആവും, നേരെ ഓപ്പോസിറ്റ് ആക്കും. സോ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഒന്നില്ലെങ്കിൽ ഇപ്പം എ എന്നുള്ളതിന് എ ബാർ എന്ന് റെപ്രസെന്റ് ചെയ്യും, എ നോട്ട് എന്നുള്ളതിന് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് എന്നുള്ള ലെവലിലും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് നോട്ട് ഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത്രയുടെ ബേസിക് ആയിട്ടുള്ള 3 ലോജിക് ഗേറ്റ്സ്. ഇനി ഇങ്ങനെ ലോജിക് ഗേറ്റ്സും ഒക്കെ കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ പുതിയ 2 ഗേറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്, നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്. ഇത് രണ്ടുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് നോട്ടും ആൻഡും ചേർന്നതാണ് നാൻഡ് ഗേറ്റ്. ഓക്കെ, നോട്ടും ആൻഡും ചേർന്നതാണ് നാൻഡ് ഗേറ്റ്. സോ ഇതിലെങ്ങനെയായിരിക്കും? ഇതാ ഇവിടെ ആദ്യം ഒരു ആൻഡ് ഗേറ്റ് കണ്ടില്ലേ? ആൻഡ് ഗേറ്റ് എടുത്തു, എന്നിട്ട് അതിനോടൊരു നോട്ട് എന്നുള്ളൊരു ഗേറ്റും കൂടി ആഡ് ചെയ്തു, അപ്പൊ കിട്ടുന്നതാണ് എന്ത്? നാൻഡ് ഗേറ്റ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? എ ബി. സോ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇവിടെ ഫസ്റ്റ് എ ബി ആൻഡിലോട്ട് കൊടുത്തു, സോ അതിന്റെ ഔട്ട്പുട്ട് എന്താവും? ഫസ്റ്റ് ആൻഡിന്റെ ഇത് കഴിയുമ്പോൾ എ ഡോട്ട് ബി എന്നാവും അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നോട്ടും കൂടി ഉണ്ട്, സോ പിന്നെ എന്താവും? അപ്പൊ അതിന് പിന്നെ ഉള്ള ഔട്ട്പുട്ട് നോട്ടിന് ശേഷം എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റ് അല്ലേ? സോ എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റ്, ഇതായിരിക്കും അല്ലേ നാൻഡിന്റെ ഔട്ട്പുട്ട് അല്ലേ? സോ ഇതിന്റെ ഇൻപുട്സ് നമുക്ക് നോക്കതാ. 0 0 കൊടുത്തു വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റിന്റെ ഔട്ട്പുട്ട്? 0 × 0. ആദ്യം ഈ എ ഡോട്ട് ബി ചെയ്യുക. 0 × 0 എന്താ? 0 അല്ലേ? എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക, എന്താ? 1. ഓക്കെ, ഇനി 0 1 ഞാൻ ഇൻപുട്ട് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ 0 × 1 0. ഇനി അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഇവിടെ കോംപ്ലിമെന്റ് ഉള്ളതാണ് ഞാൻ ഓപ്പോസിറ്റ് എടുക്കണം കേട്ടാ. 0 × 1 0 കിട്ടി. ഇനി അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ അതും 1 ആവും അല്ലേ? ഇനി 1 0 അതും എന്താ? അതും ഇതും സെയിം ആണല്ലേ? അത് 1 തന്നെയാവും. ഇനി 1 1 1 × 1 എത്രയാ? 1 അല്ലേ? ഇനി അതിന്റെ കോംപ്ലിമെന്റ് എടുക്കാം, അപ്പൊ അത് 0 ആവും. ഓക്കെ, മനസ്സിലായല്ലേ? ഇങ്ങനെയാണ് അതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും വരിക. ഞാൻ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇത് ആൻസർ നിങ്ങൾ നോക്കണ്ട, ഇത് നോക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആൻസർ എന്താന്ന്? ആൻസർ അറിയാവുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഇവിടെ എഴുതിയേക്കുന്ന ആൻസർ തെറ്റാ, അത് നോക്കി പറയണ്ട. ആക്ച്വൽ ആൻസർ എന്തായിരിക്കും? സാർ നസ്രിൻ. ഓക്കെ, അത് എങ്ങനെ മനസ്സിലായത്?
ആ അപ്പൊ A0 ആണെങ്കിലാ കറക്റ്റ് ആണ്, പറഞ്ഞ കറക്റ്റ് ആണ്. 0 ആണെങ്കിൽ എന്താ അതിന്റെ കോംപ്ലിമെന്റ് ആണ്. അല്ലല്ല, ഇപ്പൊ ഇവിടെ നമ്മളെ ട്രൂത്ത് ടേബിൾ നോക്കി കഴിഞ്ഞാൽ സാർ അതൊന്ന് ഹൈഡ് ചെയ്യോ? പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മൾ ആ കൊടുത്തതിന്റെ കോംപ്ലിമെന്റാ വരിക. അവിടെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാം. NAND A അതായത് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നാൻഡിലോട്ട് കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടും സെയിം ആണ് അല്ലേ? സോ നമ്മളെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഇൻപുട്ടും സെയിം ആയ കേസസ് ഏതൊക്കെയാ? ഇതും ഇതും. സോ രണ്ടും സെയിം ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണത്. സോ ഇപ്പൊ A0 ആണെന്നുണ്ടെങ്കിൽ എയുടെ കോംപ്ലിമെന്റ് 1 ആയിരിക്കൂലേ അല്ലേ? A0 ആണെങ്കിൽ ഇപ്പം A0 ആണെങ്കിൽ ഇത് രണ്ടും സെയിം വാല്യൂ ആണെങ്കിൽ എപ്പോഴും അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ട്. ഇതാ ഇവിടെ നോക്കിയേ, രണ്ടും സെയിം വാല്യൂ 1 ആണ് കൊടുത്തേക്കണത്. സോ അതിന്റെ കോംപ്ലിമെന്റ് ആണ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയേക്കണേ. അതേ ലോജിക്ക് ഇവിടെ രണ്ടും സെയിം വാല്യൂ നമ്മൾ കൊടുക്കണം അല്ലെ? A എന്നുള്ളത് സെയിം വാല്യൂ ആയിരിക്കുമല്ലോ. രണ്ടും സെയിം ഇൻപുട്ട് കൊടുത്താൽ അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. കറക്റ്റ് ആണ് കേട്ടാ, വെരി ഗുഡ്. സോ അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ. പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ ഫസ്റ്റത്തെ യൂണിവേഴ്സൽ ഗേറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കാം, നോർ ഗേറ്റ്. നോർ ഗേറ്റ് ഓർ ഗേറ്റിന്റെയും അതേപോലെ നോട്ടിന്റെയും കോമ്പിനേഷൻ ആണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ ആദ്യം നോക്കി, ആദ്യം നമ്മളൊരു ഓർ ഗേറ്റിലോട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലേ? ഓർ ഗേറ്റിലോട്ട് ഇൻപുട്ട് കൊടുത്തു, എന്നിട്ട് ആ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? നോട്ടിലോട്ട് കൊടുത്തു അല്ലേ? സോ ആദ്യം A B എന്ന് പറഞ്ഞ ഓറിലോട്ട് കൊടുക്കുമ്പോൾ എന്താ, ഓർ എങ്ങനെ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക? പ്ലസ് വെച്ചിട്ടല്ലേ? പ്ലസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ട് A+B കിട്ടി. ഇനി അതിനോട് ഒരു നോട്ട് ഗേറ്റും കൂടി കൊടുക്കുമ്പോൾ A+B ഓൾ കോംപ്ലിമെന്റ് കിട്ടി അല്ലേ? അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് വരിക. കണ്ട, AB പിന്നെ അതിന്റെ ഔട്ട്പുട്ട് A+B ഓൾ കോംപ്ലിമെന്റ്. സോ ഇതിന്റെ ഔട്ട്പുട്ട്സ് നമുക്ക് നോക്കാം. സീറോ സീറോ ആവുമ്പോ A+B ആണെങ്കിൽ എന്താ ആവാ? 0 0 0 അല്ലേ? സോ അതിന്റെ കോംപ്ലിമെന്റ് 1. ഇനി 0+1 എന്താവാ? 1 അല്ലേ? എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് 0. ഇനി 1+0 1, അതിന്റെ കോംപ്ലിമെന്റ് 0. ഇനി 1+1 അതും 1 ആയിരുന്നു അല്ലേ? സോ അതിന്റെ കോംപ്ലിമെന്റ് 0. ഓക്കെ, സോ ഈ ഒരു നോർ എന്നുള്ള കേസിൽ നമുക്ക് ആകെ 1 വരുന്നത് ഏത് കേസാ? ഇൻപുട്സ് രണ്ടും 0 ആവുമ്പോൾ മാത്രം. ബാക്കി ഏത് ടൈമിലും ഔട്ട്പുട്ട് എന്താ? 0 ആണ് അല്ലേ? ഒറ്റ തവണ 1 ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ നോർ ഗേറ്റ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നോർ ഗേറ്റ് അല്ലെങ്കിൽ നാൻഡ് ക്ലിയർ ആയിട്ട് ചോദിക്കണമെന്നില്ല, സ്പെസിഫിക് ആയിട്ട് ചോദിക്കണമെന്നില്ല. നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സൽ ഗേറ്റ്സ് കുറിച്ച് എഴുതാൻ പറയാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് സെയിം തന്നെയാണ്, നാൻഡും നോറും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഒരു ഡയഗ്രാം നോക്കാം. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാനുണ്ടാവും. കമ്പ്യൂട്ടർ സയൻസുകാർക്കാണ്, കൊമേഴ്സുകാർക്ക് ഈ ഒരു പോർഷൻ ഇല്ല. ഓക്കെ, കൊമേഴ്സുകാർക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിന് നമ്പർ കൺവേർഷൻസ് നോക്കിയാൽ മതി. ഇത് നമ്മൾ അന്ന് നോക്കിയതാണല്ലോ ഇതിന്റെ ഡയഗ്രാം. നമുക്ക് വേറൊരു ഇക്വേഷൻ നോക്കാം. സാർ ഹൈഡ് ചെയ്താണ്, ഞാനൊരു ഇക്വേഷൻ എഴുതാം. A+B ഇൻറ്റു A കോംപ്ലിമെന്റ് പ്ലസ് B കോംപ്ലിമെന്റ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ
ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ളിൽ എന്താണോ കൊടുത്തത് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിലുള്ള സോൾവ് ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, ബ്രാക്കറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഡോട്ടാണ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ബ്രാക്കറ്റിലാണെങ്കിൽ എന്താണോ ബ്രാക്കറ്റിൽ കൊടുത്തത് അത് സോൾവ് ചെയ്യുക. സോ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ പ്ലസ് ബി, ഇത് ബ്രാക്കറ്റിനുള്ളിൽ എ പ്ലസ് ബി ആണല്ലേ ഉള്ളത്, അതിന്റെ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. ആദ്യം എന്താ, എക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ട് ലൈൻ വരയ്ക്കുക. പിന്നെ എന്ത് വരയ്ക്കണം, ബിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻപുട്ട് ലൈനും വരയ്ക്കുക. സോ ഇത് രണ്ടും കൂടി എന്താ ചെയ്യണത്, പ്ലസ് ആണല്ലേ ചെയ്യണത്. പ്ലസ് കണ്ടു കഴിഞ്ഞാൽ എന്താ അവിടെ, ഏത് ഗേറ്റാ, ഓർ ഗേറ്റ് ആണ് അല്ലേ. സോ ഓർ ഗേറ്റ് വരയ്ക്കുക. സോ ഇതിന്റെ ഔട്ട്പുട്ട് എ പ്ലസ് ബി എന്ന് നമുക്ക് കിട്ടി. സോ ഇത് സോൾവ് ആയി. ഇനി ഡോട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ബ്രാക്കറ്റിനുള്ളിലെ കാര്യം ചെയ്യണം അല്ലേ. എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് എന്നാ തന്നേക്കണേ. സോ ഇപ്പൊ നമുക്ക് എയും ബി ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, എ കോംപ്ലിമെന്റ് എടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എയിൽ നിന്ന് നേരെ എടുത്തിട്ട് കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിലുള്ള ഓപ്പറേറ്റർ ഏതാ, നോട്ട് ഓപ്പറേറ്റർ അല്ലേ. നോട്ടിലോട്ട് കൊടുക്കണം. സോ നമുക്ക് എന്തായി, ഇവിടെ എ കോംപ്ലിമെന്റ് കിട്ടി. ഇനി ബിയും നമുക്ക് നേരെ യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ, ബി കോംപ്ലിമെന്റ് അല്ലേ ഇവിടെ കൊടുത്തേക്കണത്. അതുകൊണ്ട് ബിയും അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് എടുത്തു. ഇതേപോലെ എന്ത് ചെയ്യണം, നോട്ടിലോട്ട് കൊടുത്തിട്ട് അതിന്റെയും കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ചെയ്യുന്നത് എന്താ, തമ്മിൽ പ്ലസ് ആണ് ചെയ്യണം അല്ലേ. സോ അത് നേരെ വീണ്ടും അത് ഒരു ഓറിലോട്ട് കൊടുക്കണം. അപ്പൊ എന്തായി, എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് എന്നുള്ളതും കിട്ടിയല്ല. ഇത് രണ്ടും കിട്ടി. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഇടയിൽ എന്താ ഉള്ളത്, ഒരു ഡോട്ടാ ഉള്ളത്. ഡോട്ട് എന്തിനാ റെപ്രസെന്റ് ചെയ്യണേ, മൾട്ടിപ്ലിക്കേഷൻ, അതായത് ആൻഡ് ഗേറ്റ്. സോ അതിനടുത്ത് നേരെ ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കാം. അപ്പൊ എന്താവും, എ പ്ലസ് ബി ഇൻറ്റു ഇവിടുത്തെ റിസൾട്ട് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് എന്നാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷൻ വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം ബ്രാക്കറ്റിനകത്ത് എന്താണോ കൊടുത്തത് അത് സോൾവ് ചെയ്യാം, എന്നിട്ട് മാത്രം ബാക്കിയുള്ളത് സോൾവ് ചെയ്യാം. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും പ്ലസും ഒക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ്റെ ആണ്. അതിൻ്റെയും കൂടി ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് എഴുതാം. ഇങ്ങനെയാണെന്ന് വിചാരിക്കട്ടെ, അതിന് ബ്രാക്കറ്റും ഇല്ല, ഒന്നുമില്ല. ഈ കേസിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനുകളില്ലേ, അതായത് ഇതും ഇതും ആദ്യം സോൾവ് ചെയ്യുക, അതിനുശേഷം മാത്രം പ്ലസ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വന്നാൽ നമ്മൾ ആദ്യം തന്നെ പ്ലസ് സോൾവ് ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ബ്രാക്കറ്റിൽ എന്താണോ എഴുതിയത് അതിനാണ്. ഇനി ബ്രാക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, എന്നിട്ടേ പ്ലസ് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും പ്ലസിന് ലെസ്സർ പ്രിഫറൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ആൻസേ ഇത് വരയ്ക്കാൻ ചോദിക്കൂട്ടോ, നിങ്ങൾക്ക് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൽ. കമ്പ്യൂട്ടർ സയൻസുകാരോടാണ് ഞാൻ പറയുന്നത്, കൊമേഴ്സുകാർക്ക് ഇത് പഠിക്കാനില്ല, ഇതിന് അധികം അങ്ങനെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്, നെക്സ്റ്റ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ട ബ്രാക്കറ്റിന്റെ ഉള്ളിലെ കാര്യമാണ് എ പ്ലസ് ബി സി. സോ ബ്രാക്കറ്റിന്റെ ഉള്ളിലോട്ട് വന്നപ്പോഴോ അവിടെ ബി ഇൻറ്റു സി ഉണ്ട് അല്ലേ ഈ ഒരു ഇക്വേഷനിൽ. സോ ആ ബി ഇൻറ്റു സി എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്, ബി സി ഓൾ കോംപ്ലിമെന്റ് എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം എന്താ, മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രിഫറൻസ് എപ്പോഴും കൊടുക്കേണ്ടത്. ഏറ്റവും ആദ്യം പ്രിഫറൻസ് ബ്രാക്കറ്റിനുള്ളിൽ. സോ നമ്മൾ ആദ്യത്തെ ബ്രാക്കറ്റ് എടുത്തു, അതിനകത്ത് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഏതാ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ആ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യും, അതായത് ബി സി ഹോൾ കോംപ്ലിമെന്റ് ആദ്യം ചെയ്യും. എന്നിട്ട് പിന്നെ എ പ്ലസ് ബി സി ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബ്രാക്കറ്റിന്റെ പുറത്തോട്ട് വന്നിട്ട് ഇപ്പുറത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, എ ബി ഹോൾ കോംപ്ലിമെന്റ് എന്നുള്ള ആ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യും, അതായത് ആൻഡ് ഗേറ്റ് വെച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്തെ രണ്ടും കൂടി
ഔട്ട്പുട്ടിലോട്ട് കൊടുക്കും. ഇത് നമ്മളന്ന് സോൾവ് ചെയ്തതാണ്. ഞാൻ അതിന്റെ ഓർഡർ മാത്രമാണ് പറഞ്ഞത്, ആ പ്രൊസീജിയർ മാത്രമാണ് പറഞ്ഞത്. നമ്മളന്ന് സോൾവ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല, നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ പ്രൊസീജിയർ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവല്ലോ ഓൾറെഡി. ഇന്ന് എക്സാം അല്ലേ? ഇനി ഇതും കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഉള്ളതാണ്, ഡുവൽ കണ്ടുപിടിക്കാൻ. ഡുവൽ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഈസിയാണ്. ഏതൊരു ഇത് ബാക്കി അന്നില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയണത്, ഏതൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഡുവൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അതിലെ ആൻഡ് എന്നുള്ള സിമ്പിളൊക്കെ ഓർ ആക്കി മാറ്റുക, ഓർ എന്നുള്ള സിമ്പിളൊക്കെ ആൻഡ് ആക്കി മാറ്റുക. അതേപോലെ 0 ഉണ്ടെങ്കിൽ 1 ആക്കുക, 1 ഉണ്ടെങ്കിൽ 0 ആക്കുക. അതായത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ഓക്കെ, അതാണ് ഡുവൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്ന ഇക്വേഷന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. സോ ആദ്യത്തെ ഇക്വേഷന്റെ ആണെങ്കിൽ എന്ത് വരും? മറ്റു വാല്യൂസ് ഒക്കെ അതുപോലെ എഴുതാം. എക്സ് വൈ എന്നുള്ള കാര്യങ്ങളൊക്കെ ABC എന്നൊക്കെ അതുപോലെ എഴുതാം നമുക്ക്. സോ ആദ്യം നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ മാറ്റി എഴുതാം. എക്സ് ഡോട്ട് 1 എന്നാണ് അവിടെ ഉള്ളത്. ഡോട്ട് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 1 മാറ്റി എന്താവും? നമ്മൾ 1ന്റെ ഓപ്പോസിറ്റ് 0 കൊടുക്കും. ഓക്കെ, ആ ബ്രാക്കറ്റ് അതുപോലെ ഇട്ടു. ഇനി അടുത്ത പിന്നെ ഒരു പ്ലസ് വരുന്നുണ്ട്. സോ പ്ലസിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഡോട്ട് എഴുതി, മൾട്ടിപ്ലിക്കേഷൻ. ഇനി എക്സ് അതുപോലെ തന്നെ എഴുതാം. പ്ലസ് മാറി എന്താവും? ഡോട്ട് ആവും അല്ലേ? 0 മാറി എന്താവും? 1 ആവും. ഇനി വീണ്ടും അടുത്ത പ്ലസ് മാറ്റിയിട്ട് ഡോട്ട് ആവും. എക്സ് അതേപോലെ എഴുതും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് ആ ഫസ്റ്റത്തെ ഇക്വേഷന്റെ ഡുവൽ എന്ന് പറയുന്നത്. എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ഇൻറ്റു എക്സ്. ഇതാണ് അതിന്റെ ഡുവൽ. ഇനി രണ്ടാമത്തെ ഡുവൽ ആണെങ്കിൽ 0 പ്ലസ് 0 ഈക്വൽ ടു 0 എന്നാണ് രണ്ടാമത്തെ കൊടുത്തേക്കുന്നത്. സോ 0 എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണും. അപ്പൊ എന്താ? 1. ഈ പ്ലസ് എന്നുള്ളത് എന്താവും? ഡോട്ട് ആവും. 1 ഇൻറ്റു വീണ്ടും അടുത്തത് 0 മാറി 1 ആവും, ഈക്വൽ ടു 1. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. സുഖമായിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഇത്. അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒരു ബേസിക് കാര്യം മതി അറിയാൻ, മാർക്ക് സ്കോർ ചെയ്യാൻ. ഓക്കെ, ഇനി ഡിമോർഗൻസ് തിയറം ഇതൊന്നും നമ്മൾ നോക്കിയതല്ലേ. അതിൽ സ്റ്റേ ഡിമോർഗൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞ പോലെ ആ 2 ഡിമോർഗൻ തിയറത്തിൽ 2 എണ്ണം നമ്മൾ പഠിക്കുന്നില്ലേ, ആ 2 തിയറം ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് പ്രൂഫ് ഇല്ല എന്നാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്. പ്രൂഫ് ചോദിക്കില്ല. സോ ജസ്റ്റ് ആ ഡിമോർഗൻസ് തിയറം അറിഞ്ഞിരുന്നാൽ മതി. ആ ഇക്വേഷൻസ് 2ഉം അറിഞ്ഞിരിക്കുക. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, നെയിം എനി 2 യൂണിവേഴ്സൽ ഗേറ്റ്സ്. സോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ പേര് എഴുതാൻ, ആൻഡ് നോർ. കണ്ട, നെയിം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതിനെ പറ്റി കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. സോ ജസ്റ്റ് അതിന്റെ പേര് എഴുതി കൊടുക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. സോ ഇത് കൊമേഴ്സുകാർക്കുള്ളതാണ്, ശ്രദ്ധിച്ചോളൂ. സോ ഇതില് കൊമേഴ്സിലും അതുപോലെ കമ്പ്യൂട്ടർ സയൻസിലും ഒരുപോലെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് CPU എന്നുള്ളത്. CPU എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആ പ്രോസസ്സിംഗ് യൂണിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ മെയിൻ കമ്പോണന്റ് ഈ 3 എണ്ണമാണ്. ഈ താഴത്തെ നോക്കണ്ട, ഈ ആദ്യത്തെ 3 എണ്ണം: അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ഇതിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അഥവാ ALU അങ്ങനെയും ചിലപ്പോൾ തരൂട്ട ക്വസ്റ്റ്യനില്. ഇതിനൊക്കെ ഷോർട്ട് ഫോം അറിഞ്ഞിരിക്കണം, ALU. സോ ALU എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു യൂണിറ്റ് നമ്മളെ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസിൽ ഹെൽപ്പ് ചെയ്യുന്ന യൂണിറ്റ് ആണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന യൂണിറ്റ്. ഇനി കൺട്രോൾ യൂണിറ്റ്, അതും ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ഓവറോൾ അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ മെമ്മറി ലൊക്കേഷൻസ് ആണ് രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്റേഴ്സിലാണ് നമ്മൾ എന്തെങ്കിലും ഡാറ്റ പ്രോസസ്സിംഗ് നടത്തുമ്പോൾ ഡാറ്റ കൊണ്ടുവയ്ക്കുന്നതും മെമ്മറി അഡ്രസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നതും ഒക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ മെമ്മറി ലൊക്കേഷൻസ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രജിസ്റ്റേഴ്സിൽ ഇത്രയും രജിസ്റ്റേഴ്സ് ഉണ്ട്, 5 രജിസ്റ്റേഴ്സ് ഉണ്ട്. അതും അറിഞ്ഞിരിക്കണം. അതും നിങ്ങൾക്ക് സ്പെസിഫിക്കലി ചോദിച്ചിട്ടുണ്ട്, നെയിം എനി 2 രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ ഒന്ന് അക്യുമുലേറ്റർ രജിസ്റ്റർ.
അതായത് നമ്മൾ വലിയ വലിയ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് നടത്തുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. വലിയ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്ന സമയം നമുക്ക് ഇൻ ബിറ്റ്വീൻ ചില റിസൾട്ട്സ് ഒക്കെ കിട്ടും അല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് അക്യുമുലേറ്റർ രജിസ്റ്റർ. ഇനി മെമ്മറി അഡ്രസ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, മെമ്മറി അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. സോ അതിൽ പേരിൽ തന്നെയുണ്ട് മെമ്മറി ബഫർ രജിസ്റ്റർ, അതിലെ കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഓരോ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. പ്രോഗ്രാം കൗണ്ടർ എന്നുള്ള രജിസ്റ്റർ എന്ന് വെച്ചാൽ അടുത്ത ഇൻസ്ട്രക്ഷൻ, ഇനി അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഏത് ഇൻസ്ട്രക്ഷൻ ആണോ അത് സ്റ്റോർ ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടർ. അത് ജസ്റ്റ് നിങ്ങളത് നോക്കിയിരിക്കുക കേട്ടോ. ഇതും ചോദിക്കുക, ഇതിനകത്തുനിന്ന് ഈ CPU-ന്റെ കമ്പോണൻസ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ രജിസ്റ്റേഴ്സിനെ കുറിച്ച് എഴുതാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം നമുക്ക് റാം ആൻഡ് റോം. ഇത് കൊമേഴ്സുകാർക്കും കമ്പ്യൂട്ടർ സയൻസുകാർക്കും എപ്പോഴും ഒരുപോലെ ചോദിച്ചിട്ടുള്ള, ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിവിഷൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെയും ഞാൻ പറയാൻ കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 മാർക്കിനാണ് ചോദിച്ചേക്കണത്. സോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ റാം റോം അതിൻ്റെ ഡിഫറൻസ് അറിയണം. അതിന് മുന്നേ ഞാൻ സാർ ഇതൊന്ന് ഹൈഡ് ചെയ്യോ. റാം എന്ന് പറയുന്നത് എന്ത് മെമ്മറിയാ? പ്രൈമറി മെമ്മറിയാണ് അല്ലേ. നമുക്ക് കമ്പ്യൂട്ടർ മെമ്മറി 2 ടൈപ്പ് ഉണ്ട്, ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. അതിലെ പ്രൈമറി മെമ്മറിയിൽ പെട്ടതാണ് ഈ റാമും റോമും. ഓക്കെ, പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് ഇപ്പോൾ റാം ആണെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾ ഫുൾ ഫോം ഷോർട്ട് ഫോം ഒക്കെ അറിയണം. റാമിന്റെ ഫുൾ ഫോം എന്താ? റാൻഡം ആക്സസ് മെമ്മറി. റോമിന്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ഈ ഫുൾ ഫോമുകൾ അറിഞ്ഞിരിക്കണം. റാം എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, എന്തെങ്കിലും കാര്യം ഓപ്പൺ ചെയ്ത് വെച്ച് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളത് സേവ് ചെയ്തിട്ടില്ല, പക്ഷെ കമ്പ്യൂട്ടർ ഓഫായി പോയി. പിന്നെ നമ്മൾ ഓൺ ആക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്യാത്ത കാര്യം കിട്ടുമോ? ഇല്ലല്ലോ, കിട്ടില്ലല്ലോ. അതിന് കിട്ടാതിരിക്കാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെക്കുന്ന ഫയലും കാര്യങ്ങളും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഫയലുകളെ നമ്മൾ ഹാർഡ് ഡിസ്കിന്റെ ഉള്ളിൽ നിന്ന്, അതായത് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് നമ്മളെ റാമിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക കമ്പ്യൂട്ടർ ഇന്റേണലി. ആ റാമിൽ എത്തുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇത് ഓപ്പൺ ആയിട്ട് കാണുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസോ ആപ്സോ എന്താണെങ്കിലും, ഫോണിന്റെ കേസ് ആണെങ്കിലും സെയിം തന്നെ, നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ ഓപ്പൺ ആയി കാണുന്നത് അത് നമ്മൾ ആ റാമിലോട്ട് കൊണ്ടുവരുമ്പോഴാണ്. സോ റാം എന്ന് പറയുന്നത് എന്ത് മെമ്മറിയാണ്? ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, വോളറ്റൈൽ മെമ്മറി, അതായത് റാമിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻ കേസ് ആ സിസ്റ്റം ഓഫ് ആയി പോയാൽ അപ്പോൾ തന്നെ എന്തായി പോകും? ക്ലിയർ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് ലാപ്ടോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പ് പെട്ടെന്ന് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ഓപ്പൺ ചെയ്ത് വെച്ചതൊക്കെ പോകും. പിന്നെ നമ്മൾ ആദ്യം മുതലേ ഓൺ ആക്കി ഇതൊക്കെ ഓപ്പൺ ചെയ്യേണ്ടി വരും അല്ലേ രണ്ടാമത്. അതെന്തുകൊണ്ടാ? അത് പവർ പോകുമ്പോൾ ആ റാമിൽ ഉണ്ടായിരുന്നതാണ് ആ ഓപ്പൺ ചെയ്ത സംഭവം, ആ റാമിലുള്ളതൊക്കെ പോകും. ഓക്കെ, നമ്മൾ എപ്പോഴാണോ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴാണ് ആ റാമിലോട്ട് ആ ഒരു ഫയലിനെ കൊണ്ടുവരുള്ളൂ. ഓക്കെ, അതാണ് റാം. ഇനി റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിസ്റ്റം ഓൺ ആക്കുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് വിൻഡോസ് എന്നുള്ള ഡെസ്ക്ടോപ്പിലോട്ട് എത്തുന്നതിന് മുന്നേ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, വിൻഡോസ് എന്നുള്ള ഐക്കണും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ചൊരു വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഓൺ ആയി വരാം. അതും പോട്ടെ, നിങ്ങളെ ഫോൺ ആണെങ്കിൽ തന്നെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ഫോൺ ഓൺ ആക്കുമ്പോൾ ആദ്യം എന്തുണ്ടാവും? നിങ്ങൾ ഫോണിന്റെ ബ്രാൻഡ് ഇപ്പോൾ സാംസങ് ആണെങ്കിൽ സാംസങ്ങിന് എഴുതി വരും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ അത് ഓൺ ആയിട്ട് ഇതിലോട്ട് സ്ക്രീനിലോട്ട് വരിക അല്ലേ. സോ ആ ഒരു ടൈമിൽ എന്താ നടക്കുന്നത്? ആ ഒരു ഫോണിന്റെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് ആയിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസോ അങ്ങനെ അല്ലെങ്കിൽ ലിനക്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ അതിനെ ലോഡ് ചെയ്യാനും നമ്മൾ കമ്പ്യൂട്ടറിനെ ഓപ്പറേഷണൽ ആക്കാൻ ആ ഒരു ടൈം എടുക്കുന്നുണ്ട് അല്ലേ. സോ ആ സമയത്ത് നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ട കാര്യങ്ങളും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡിവൈസാണ് റോം എന്ന് പറയുന്നത്, മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്, റീഡ് ഓൺലി മെമ്മറി. സോ ഇത് നമുക്ക് പിന്നെ പുതിയ കാര്യങ്ങളൊന്നും അതിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റില്ല, പുതിയ കാര്യങ്ങളൊന്നും എന്താ റോമിലോട്ട് സേവ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സാധനം നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് അതിനെ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. അതിലുള്ള ഡേറ്റാസ് നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ, അതിനകത്ത് ഒരു മാറ്റവും ഒന്നും വരുത്താൻ പറ്റില്ല റോമിനകത്ത്. അതുകൊണ്ടാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഡിഫറൻസ് നോക്കാം. സോ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റാം റോമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്പീഡുള്ള മെമ്മറിയാണ്. റോമിന്റെ കേസ് ആണെങ്കിൽ കുറച്ച് സ്ലോ ആണ്. കാരണം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു, ഇപ്പൊ ഈ
സിസ്റ്റം ആണെങ്കിലും ഫോൺ ആണെങ്കിലും ഓൺ ആയി വരാൻ ചെറിയൊരു ടൈം എടുക്കും അല്ലേ? സാധാരണ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും ടൈം എടുക്കില്ലേ സ്വിച്ച് ഓഫ് ആയ ഒരു ഫോൺ ഓൺ ആയി വരാൻ അല്ലേ? സോ അതെന്തുകൊണ്ടാ? ആ റോം സ്ലോ ആയതുകൊണ്ടാണ്. ആപ്പ് ഓപ്പൺ ആവുമ്പോൾ ആപ്പ് പെട്ടെന്ന് ഓപ്പൺ ആവും. അതെന്തുകൊണ്ടാണ്? റാം ഫാസ്റ്റർ ആയതുകൊണ്ടാണ് അല്ലേ? ഫാസ്റ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ആവുന്നത്. സോ റാം ആണ് റോമിനും സ്പീഡ് കൂടുതൽ. ഇനി റാമിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അപ്ലിക്കേഷൻസും ഡാറ്റയും ഒക്കെയാണ് സ്റ്റോർ ചെയ്യുക. അതേസമയം റോമിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ഓഫായി കിടക്കുന്ന ഫോണോ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ഓൺ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ പ്രോസസ്സിനാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത് അല്ലേ? ആ ബൂട്ട് ചെയ്യാനുള്ള വേണ്ട പ്രോഗ്രാമും കാര്യങ്ങളാണ് റോമിൽ സ്റ്റോർ ചെയ്യുക. ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട് നോക്കുക. ഇറ്റ് അലൗസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റാമിൽ എന്തുണ്ടാവും? നമുക്ക് റാമിലോട്ട് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. റാമിലോട്ട് എങ്ങനെയാണ് ഡാറ്റേനെ റൈറ്റ് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ആ ആപ്ലിക്കേഷന്റെ ഡാറ്റ ഓട്ടോമാറ്റിക്കലി റാമിലോട്ട് വന്ന് റൈറ്റ് ആവുകയാണ് അല്ലേ? എന്നിട്ട് അത് ക്ലോസ് ആവുമ്പോൾ ആ റാമിലുള്ള ഡാറ്റ ക്ലിയർ ആവുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും റാമിൽ. പക്ഷെ റോമിൽ അത് പറ്റില്ല. റോമിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അത് ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഈ ലാസ്റ്റത്തെ ഇറ്റ് ഈസ് വോളറ്റൈൽ, അതായത് റാം ഈസ് വോളറ്റൈൽ. റാമിനെ വോളറ്റൈൽ മെമ്മറി എന്നാണ് വിളിക്കുക. കാരണം റാമിലുള്ള ഡാറ്റ എപ്പോഴെങ്കിലും നമ്മുടെ ഡിവൈസ് സ്വിച്ച് ഓഫ് ആവുകയാണെങ്കിൽ ആ റാമിലെ ഡാറ്റ ക്ലിയർ ആയി പോകും. പിന്നെ കിട്ടൂല മീൻസ് പിന്നെ രണ്ടാമത് ചെയ്യേണ്ടി വരും. ഇനി റോം ആണെങ്കിൽ എന്താ? ഓൺ ആയാലും ഓഫ് ആയാലും ഒക്കെ അതിൽ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. സോ റോം വോളറ്റൈൽ അല്ല, നോൺ വോളറ്റൈൽ ആണ് റോം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? കാണിച്ചത് എന്തായാലും ഉണ്ടാവട്ടാ. ഇനി ഇതിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ. ഇത് നിങ്ങളെ ടെക്സ്റ്റിനകത്ത് ആ ഹൈറാർക്കി കൊടുത്തിട്ടുണ്ട്. സോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ടേബിളും നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ആ ടേബിൾ ഇതാണ്. സോ രജിസ്റ്റേഴ്സ് ഇത് ഫാസ്റ്റ് ടു സ്ലോ എന്നുള്ളതിലാണ് ആ ഓർഡറിൽ അവിടെ കൊടുത്തേക്കുന്നത് താഴോട്ട്. സോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളത് രജിസ്റ്റേഴ്സ് ആണ്. പക്ഷെ എന്താ, രജിസ്റ്റേഴ്സിലൊക്കെ വളരെ കുറച്ച് ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കപ്പാസിറ്റി വളരെ കുറവാണ്. തന്നെയല്ല അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മെമ്മറി ഇതാണ് രജിസ്റ്റേഴ്സ്. ഓക്കെ, രജിസ്റ്റേഴ്സ് എന്താ? വോളറ്റൈലാ. കാരണം രജിസ്റ്റേഴ്സിലെ ഡാറ്റയെ നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ക്ലിയർ ആയി പോകും. ഇനി അടുത്ത ക്യാഷെ. റാമിന്റെ രജിസ്റ്റേഴ്സിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു സംഭവമാണ് ക്യാഷെ എന്ന് പറയുന്നത്. ക്യാഷയും കുറച്ചൊരു സ്പീഡുള്ള മെമ്മറിയാണ്, അത്യാവശ്യം സ്പീഡുള്ള മെമ്മറിയാണ്. ഇതിലും കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ സ്റ്റോർ ചെയ്യാവുള്ളൂ. ഇതും ഹൈ കോസ്റ്റ് ആണ്. ഇതും അഗെയിൻ വോളറ്റൈൽ ആണ്. റാം വരെയുള്ള അത്രയും വോളറ്റൈലാണ്. കണ്ടോ, വോളറ്റൈലും ആണ് ഫാസ്റ്റും ആണ്. ഓക്കെ, റാം ആണെങ്കിൽ കുറച്ചുകൂടി കപ്പാസിറ്റി മോഡറേറ്റ് ആണ്. ഇനി ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി മെമ്മറി അല്ല കേട്ടോ. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയിൽ പെട്ടതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പെർമനന്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. അതിൽ പെട്ടതാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും സംഭവം ഓപ്പൺ ആക്കി കമ്പ്യൂട്ടറിൽ, ഫയലൊക്കെ ഓപ്പൺ ആക്കി, അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ, സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ ഫയൽ സേവ് ചെയ്യാൻ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ പോയി കിടക്കുക ഹാർഡ് ഡിസ്കിലാണ് സേവ് ആവുക. കാരണം എന്താ, പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ആക്കി ഓൺ ആക്കി നമുക്ക് ആ ഫയൽ എടുക്കാൻ പറ്റൂലേ? അതെന്തുകൊണ്ട്? അത് ഹാർഡ് ഡിസ്കിലാണ് കിടക്കുന്നത്. അതുപോലെ ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ കപ്പാസിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ റാം ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 6 GB 8 GB ഒക്കെ വേർഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് റാം. അതേസമയം ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ 500 GB തൊട്ട് തുടങ്ങുന്നുണ്ട്, 250 GB തൊട്ട് തുടങ്ങുന്നുണ്ട്. 500 GB ഒക്കെ കോമൺലി യൂസ്ഡ് ആണ്. 1 TB ഒക്കെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കുകളാണ്. അത്രയും കപ്പാസിറ്റി ഉണ്ട്. 500 GB, മറ്റേത് 8 GB എന്ന് പറയുമ്പോൾ മനസ്സിലാവും അത്ര കപ്പാസിറ്റിയിലുള്ള വേരിയേഷൻ. ആൻഡ് മറ്റ് മെമ്മറി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കോസ്റ്റ് കുറവാണ്. കാരണം ഈ 500 GB തന്നെ നമുക്കൊരു റാമിന്റെ 5 GB 6 GB റേഞ്ചിൽ നമുക്ക് അതിനേക്കാളും കുറഞ്ഞിട്ട് കിട്ടും. നമുക്ക് 8 GB റാമിനേലും അല്ലെങ്കിൽ അറൗണ്ട് ആ കോസ്റ്റിൽ ഷുവർ ആയിട്ട് നമുക്കൊരു 500 GB ഹാർഡ് ഡിസ്ക് കിട്ടും. സോ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നതും കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ നോൺ വോളറ്റൈൽ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിലാണ് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുക. എപ്പോഴും എല്ലാ കമ്പ്യൂട്ടറിലും ഇതിന്റെ കോമ്പിനേഷൻ ആണ് ഇട്ടുണ്ടാവുക. അല്ലാതെ ഒരെണ്ണം മാത്രമായിട്ട് ഒരു കമ്പ്യൂട്ടറിലും ഉണ്ടാവില്ല, റാം മാത്രമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഈ എല്ലാം ചേർന്നതാണ് കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് മാറുന്നത്. ഓക്കെ, എല്ലാത്തിന്റെ ആവശ്യമുണ്ട് അല്ലേ? ഓക്കെ, ഇനി അടുത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇ വേസ്റ്റ്. അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എല്ലാവരോടും വായിച്ചു വെക്കാൻ അല്ലേ.
ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റുകളാണ് ഇ വേസ്റ്റ്. ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ഏതെങ്കിലും ഇപ്പോൾ തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിൽ അത് കേടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും ഇലക്ട്രോണിക് വേസ്റ്റുകൾ. പല രീതിയിലുള്ള ഇപ്പോൾ ഫോണുകളാണെങ്കിലും നിങ്ങളിപ്പം ചിലപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിൽ നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ പാരൻസും ഫോൺ മാറ്റിയിട്ടുണ്ടാവും 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒക്കെ. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മാറ്റുന്നവരും ഉണ്ടാവും. സോ അങ്ങനെ ആകുമ്പോൾ പഴയ ഫോണുകൾ എന്താവും, പിന്നെ ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ അതൊക്കെ ഒരു വേസ്റ്റ് ആയിട്ട് മാറും അല്ലേ. അത് അല്ലെങ്കിൽ കേടായിട്ടുള്ള TV അല്ലെങ്കിൽ സിസ്റ്റംസ് അങ്ങനെയൊക്കെ അതൊക്കെ എന്താ നമുക്ക് ഒട്ടും യൂസബിൾ അല്ലാത്ത ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ലാസ്റ്റ് വേസ്റ്റ് ആയിട്ട് മാറും. സോ ഇതിനെയാണ് പൊതുവെ നമ്മൾ ഇ വേസ്റ്റ് എന്ന് പറയുക. ഇലക്ട്രോണിക് വേസ്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ടാണ് ഇ വേസ്റ്റ്. സോ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പോസ് ചെയ്ത് നമ്മളിപ്പം നേരെ എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തെ കുറേ കെമിക്കൽസും കാര്യങ്ങളും ഉണ്ടാവും. അതായത് ഈ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറേ ചിപ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ TV സ്ക്രീനുകളാണെങ്കിലും അവിടെ LCD ആണെങ്കിൽ LED ആണെങ്കിലും കുറേ സ്ക്രീനിലൊക്കെ കുറേ കെമിക്കൽ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ അങ്ങനത്തെ കെമിക്കൽ കാര്യങ്ങളൊക്കെ എന്താവും, നമ്മൾ ഇതിനൊക്കെ ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിസ്പോസ് ചെയ്ത സ്ഥലത്ത് അവിടുത്തെ സോയിലിലോട്ട് ചേരും, മണ്ണിലോട്ട് ചേരും. സോ അത് അവിടുത്തെ ആ ഒരു ഏരിയനെ പൊല്യൂട്ടഡ് ആക്കും. സോ അങ്ങനെ കുറേ ചാൻസസ് ഉണ്ട് ഈ വേസ്റ്റ് കൊണ്ട് കുറേ എന്താ പറയുക പ്രശ്നങ്ങൾ, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ വേസ്റ്റിലുള്ള മെയിൻ കെമിക്കൽസും ഏതാന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ലെഡ്, മെർക്കുറി, പിന്നെന്താണ് സെക്കൻഡ് ലാസ്റ്റ് കാഡ്മിയം അല്ലേ, കാഡ്മിയം, ബ്രോമേറ്റഡ്, ഫ്ലെയിം റിട്ടാർഡൻറ്റ്. സോ ഈ 4 എണ്ണം നിങ്ങൾ പേരറിഞ്ഞിരിക്കുക. ജസ്റ്റ് പേരറിഞ്ഞാൽ മതി. ഇതിൻ്റെ ഒക്കെ സോഴ്സ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ട് ബോർഡ്സും LCD സ്ക്രീൻസും ഒക്കെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാത്തിൻ്റെ സോഴ്സ് സെയിം ആണ്. ഓക്കെ, സോ ആ പേരും നിങ്ങൾ നോക്കി വയ്ക്കുക. ഇതാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്ത് പിന്നെയും ചോദിച്ചിട്ടുള്ളത് മറ്റേ ഇ വേസ്റ്റ് ആണെങ്കിലും മറ്റേതാണെങ്കിലും കൊമേഴ്സുകാർക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി മെയിനായിട്ട് നമുക്ക് 2 പേർക്ക് കൊമേഴ്സിനും കമ്പ്യൂട്ടർ സയൻസിനുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇപ്പോൾ ഒരു സാധാ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരിക്കും, വിൻഡോസ് ആയിരിക്കും അല്ലേ, മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. സോ ഒരു കമ്പ്യൂട്ടറിനെ ഓപ്പറേറ്റിംഗ് ആക്കുന്നത്, അതായത് ഫങ്ഷണൽ ആക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ നിങ്ങൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫോണിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരിക്കും, നമ്മളെല്ലാവരും മിക്കവാറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആയിരിക്കും. ഇനി ഐഫോൺ ഉപയോഗിക്കുന്നവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് iOS എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. സോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് ബേസിക്കലി ഓരോ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അതിൽ കൂടിയാണ് നമ്മൾ പുതിയ ആപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതും ഒക്കെ അല്ലേ. സോ അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഇത് ഇങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കാരണങ്ങളുണ്ട്. അതിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതാണ് ഈ പറയുന്നത് പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. ഇത് ഞാനന്ന് പറഞ്ഞു വെച്ചതായിരുന്നു. ഇത് നിങ്ങൾ നോക്കണം കേട്ടോ. പ്രോസസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളെ ഒരു സിസ്റ്റത്തിൽ കുറേ പ്രോസസ്സ് റണ്ണിങ് ആയിരിക്കും. നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നതുണ്ടാവും, അല്ലാത്ത വേറെ കുറേ പ്രോസസ്സുകൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പ്രോഗ്രാംസ്. സോ ഇതിനൊക്കെ മാനേജ് ചെയ്യണം. അതേപോലെ ഓരോ ആപ്ലിക്കേഷൻസും ഓരോ പ്രോഗ്രാംസും യൂസ് ചെയ്യുന്ന മെമ്മറി എത്രത്തോളം ഇതൊക്കെ ട്രാക്ക് ചെയ്യണം. അങ്ങനെ മെമ്മറി മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ ഫയൽ സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ്, അതൊക്കെ മാനേജ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ അതിനെ മാനേജ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആയിട്ട്. സോ ഇത് നിങ്ങൾ നോക്കണം. ഇതും ഇടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ അടുത്ത നോക്കാം. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സോ ഈ താഴെ തന്നേക്കണൊക്കെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സോ നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഓപ്പൺ സോഴ്സ് അല്ല. അത് എപ്പോഴും പെയ്ഡ് ആണ് ആക്ച്വലി ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ തന്നെ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിനക്സ് എന്ന് പറയാം. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ്. അതേപോലെ നമ്മളെ ഫോട്ടോഷോപ്പ്, ക്യാൻവ എന്നൊക്കെ പറയുന്ന കുറേ ആപ്ലിക്കേഷൻസിൽ ഇമേജ് എഡിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ പെയ്ഡ് ആണ് ആക്ച്വലി. വെച്ചാൽ ക്യാൻവയൊക്കെ ഒരു പരിധി വരെ, ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും എല്ലാ ഫീച്ചേഴ്സും ഫ്രീ അല്ലല്ലോ. കുറേ ഫീച്ചേഴ്സ് ഒക്കെ പ്രീമിയം ഫീച്ചേഴ്സ്, പ്രോ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നുണ്ട് എല്ലാവരും. സോ അത് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല.
സോ അതൊരു ഓപ്പൺ സോഴ്സ് അല്ല നമ്മളെ ക്യാൻവയും ഫോട്ടോഷോപ്പ് ഒന്നും. സോ അതിൻ്റെ ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പൺ സോഴ്സ് വേർഷൻ ആണ് ഈ ജിംപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം. ഇത് ലിനക്സ് ഇറക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ജിംപ് എന്നുള്ളത്. ഇതൊരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി അടുത്ത മൊസില്ല ഫയർഫോക്സ്. ഇത് നമ്മളൊരു ബ്രൗസർ സോഫ്റ്റ്വെയർ ആണ്, ഈ ഗൂഗിൾ ക്രോം പോലെ. ഓക്കെ, പിന്നെ ഓപ്പൺ ഓഫീസ് എന്ന് പറയുന്നത് എഗെയിൻ അത് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു നമ്മളെ ഇപ്പം മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പവർ പോയിന്റും കാര്യങ്ങളൊക്കെ. സോ ഇതിൻ്റെയൊക്കെ ഒരു ഫ്രീ വേർഷൻ എന്ന് പറയാൻ പറ്റില്ല, അതേപോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഓപ്പൺ ഓഫീസ് എന്നുള്ള സോഫ്റ്റ്വെയർ. ഇതും ഓപ്പൺ സോഴ്സ് ആണ്. അത് ഓപ്പൺ സോഴ്സ് ആണ് ഡിനോട്ട് ചെയ്യാൻ കൂടിയാണ് അവർ ഓപ്പൺ എന്നുള്ളൊരു കീവേഡ് അതിൻ്റെ കൂടെ ചേർത്തേക്കുന്നത്. സോ ഇതും ഒരു ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സോ ഇത്രയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് ചോദിക്കാൻ ചാൻസ് ഈ ലാംഗ്വേജ് പ്രോസസ്സേഴ്സിനെ കുറിച്ചാണ്. ഹൈഡ് ചെയ്യാം. ഈ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് അത് നമുക്ക് കോമേഴ്സുകാർക്കും ഉണ്ട് കേട്ടോ. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ, നമ്മളെ ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, അതായത് C++ഓ ജാവയോ അതോ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആവട്ടെ, ഇതിനൊക്കെ റൺ ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും റൺ ചെയ്യാനൊക്കെ കാപ്പബിലിറ്റി ഉള്ള സോഫ്റ്റ്വെയർസ് ആണ് എന്ത്, നമ്മളെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ പല ടൈപ്പ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി നേരത്തെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് പഠിച്ചപ്പോൾ പറഞ്ഞു പല രീതിയിലുള്ള ലാംഗ്വേജസ് ഉണ്ട് എന്നുള്ളത്. അതായത് മെഷീൻ ലാംഗ്വേജ്, അതായത് 0s and 1s മാത്രമുള്ള മെഷീൻ ലാംഗ്വേജസ് ഉണ്ട്. അസംബ്ലി ന്യൂമോണിക്സ് യൂസ് ചെയ്യുന്ന അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. അതേപോലെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പോലത്തെ C++ പോലത്തെ ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. സോ ഇതൊക്കെ ഓരോ ലാംഗ്വേജസ് ആണല്ലോ. ഈ ലാംഗ്വേജസിനൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു, ഇതിനൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ പോലല്ല, സോഫ്റ്റ്വെയർ തന്നെ ആവണമെന്നില്ല, അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മളെന്ന് പറയാം ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയാം. സോ അതിനകത്ത് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണുള്ളത്. ഒന്നാമത്തത് അസംബ്ലർ എന്നാണ് പേര്. അസംബ്ലർ എന്നുള്ള ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മെഷീൻ ലാംഗ്വേജിന് പ്രത്യേകിച്ച് പ്രോസസ്സറിന്റെ ആവശ്യമില്ല. കാരണം എന്താ, 0s and 1s ആയിട്ട് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത്, കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന രീതിയിലാണ് മെഷീൻ ലാംഗ്വേജിൽ കൊടുക്കുന്നത്. സോ അതിനൊരു പ്രോസസ്സറിന്റെ ആവശ്യം ഇല്ല. പക്ഷെ അസംബ്ലറിന് എന്താണ്, അസംബ്ലർ ഒരു ന്യൂമോണിക് കോഡ്സ് ആണ്, നമ്പർ വെച്ചിട്ടുള്ള ഒരു കോഡ് ആയിട്ടാണ്, കോഡ് വാല്യൂസ് ആയിട്ടാണ്, കോഡ് സെറ്റ് ആയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് കമ്പ്യൂട്ടറിന്. സോ അതിനെന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന രീതിയിലോട്ട് മാറ്റണം, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റണം. സോ അവിടെ എന്ത് വേണം, അസംബ്ലി ലാംഗ്വേജിന് ഒരു കൺവേർട്ടർ വേണം, അല്ലെ, ട്രാൻസ്ലേറ്റർ വേണം. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത് കേട്ടോ. അസംബ്ലർ അത് ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് പ്രോസസർ ആണ്. ഇനി അടുത്തത് ഇന്റർപ്രെറ്റർ. ഇന്റർപ്രെറ്റർ എന്ന് വെച്ചാൽ ഇതും നമ്മളെ ലാംഗ്വേജസിനെ നമ്മളെ മെഷീൻ ലാംഗ്വേജിലോട്ട്, നമ്മളെ കോഡിംഗ് ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് പ്രോസസർ ആണ്. സോ ഇതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എഴുതിയേക്കുന്ന ഒരു കുറേ ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ടെന്ന് വിചാരിക്കുക. ഓരോ ലൈൻ എടുക്കും, ആ ലൈനിനെ ആദ്യം കൺവേർട്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ലൈൻ ഓഫ് കോഡ് എഴുതി, അതിന് എൻ്റർ അടിക്കുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് അയച്ചു കൊടുക്കും. അടുത്ത ലൈൻ എഴുതുമ്പോൾ അടുത്ത ലൈൻ എഴുതി നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ അതിനെ പിന്നെയും കൺവേർട്ട് ചെയ്യും. ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന, ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ എഴുതിയ കോഡിനെ നമ്മളെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ് ഇന്റർപ്രെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ലാസ്റ്റത്തെ ഒരു ടൈപ്പാണ് കമ്പൈലർ. ഇതാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് C++ലാണെങ്കിൽ നമ്മൾ കമ്പൈലർ ആണ് യൂസ് ചെയ്യുക. സോ കമ്പൈലർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ C++ കുറേ കോഡ് എഴുതി, ആ കോഡെല്ലാം എഴുതി സേവ് ചെയ്തു, ഇനി റൺ ചെയ്യാനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് നമ്മൾ. സോ ആ ഫയലിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുള്ളൂ, ആ പ്രോഗ്രാമിനെ റൺ ചെയ്യുള്ളൂ. ഇന്റർപ്രെറ്റർ ആണെങ്കിൽ ഓരോ ലൈൻ എടുത്ത് റൺ ചെയ്യും, ഓരോ ലൈൻ എടുക്കും, ട്രാൻസ്ലേറ്റ് ചെയ്യും, അപ്പം തന്നെ റൺ ചെയ്യും. അങ്ങനെയായിരുന്നു ഇന്റർപ്രെറ്റർ ചെയ്തത്. കമ്പൈലർ ആണെങ്കിൽ മൊത്തത്തിൽ ആ ഫയലിലെ ഫുൾ കോഡിനെ
കൺവേർട്ട് ചെയ്യും മെഷീൻ ലാംഗ്വേജിലോട്ട്, എന്നിട്ടാണ് ഒറ്റയടിക്ക് റൺ ചെയ്യും. അങ്ങനെയാണ് ചെയ്യാം, ഫുള്ളായിട്ട് ചെയ്യും. ഇന്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ, കമ്പൈലർ ആണെങ്കിൽ മൊത്തത്തിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് റൺ ചെയ്യും. അതാണ് മെയിൻ വ്യത്യാസം. നമ്മൾ C++നെ എപ്പോഴും യൂസ് ചെയ്യുക കമ്പൈലേഴ്സ് ആണ്. ഓക്കെ, C++ കോഡിനെ കമ്പൈൽ ചെയ്ത് അതിനെ എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. ഒബ്ജക്റ്റ് കോഡ് എന്ന് വെച്ചാൽ മെഷീൻ കോഡാക്കി മാറ്റി അതിനെ റൺ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഈ ലാംഗ്വേജ് പ്രോസസർ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ആൻറ്റിവൈറസ് എന്നുള്ള സോഫ്റ്റ്വെയർ. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്തിനുള്ളതാ? നമ്മളെ സിസ്റ്റത്തിനെ വൈറസുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഹാംഫുൾ ആയിട്ടുള്ള മറ്റു ഫയൽസും കാര്യങ്ങളൊന്നും നമ്മളെ ഫയൽസിനെയും കാര്യങ്ങളൊന്നും എഫക്ട് ചെയ്യാതിരിക്കാനും നമ്മളെ കമ്പ്യൂട്ടറിനെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിവൈറസ് ഒക്കെ യൂസ് ചെയ്യുക. സോ അത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ പെട്ടതാണ്. സോ അത്രയാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത് കേട്ടോ. അതുപോലെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതിനൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടാത്തത്. വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതുമായിരിക്കും. ഇൻപുട്ട് ഡിവൈസ് എന്ന് വെച്ചാൽ യൂസറിൻ്റെ ഇൻപുട്ട് റീഡ് ചെയ്യുന്ന ഏതൊരു ഡിവൈസും ഇൻപുട്ട് ഡിവൈസ് ആണ്. അതായത് കീബോർഡ്, മൗസ് അല്ലേ, അതൊക്കെ എന്താ ഇൻപുട്ട് ഡിവൈസാ. അതുപോലെ വെബ് ക്യാമറ ഇൻപുട്ട് ഡിവൈസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ? ആർക്കറിയുന്നത്? ഹാൻഡ് റൈസ് ചെയ്തേ. അബ്ദുൽ. അതെ, വെരി ഗുഡ്. ഇൻപുട്ട് ആണ് വെബ് ക്യാം. നമ്മൾ ഇമേജിനെ ക്യാപ്ചർ ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. സോ അതും ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുപോലെ മൈക്രോഫോൺ, നമ്മളെ മൈക്ക്, അത് ഇൻപുട്ട് ഡിവൈസ് ആണ്. ടച്ച് സ്ക്രീൻ, ആ സ്ക്രീൻ തന്നെ ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് സ്ക്രീൻ ഡിവൈസുകളിൽ. ഇപ്പോൾ നിങ്ങളെ ഫോൺ ടച്ച് സ്ക്രീൻ അല്ലേ, സോ അതിൽ ആ സ്ക്രീൻ തന്നെ എന്താണ് ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിലോ, നമ്മൾ കാണുന്ന മോണിറ്റർ സ്ക്രീൻസ്, നോർമൽ സ്ക്രീൻസ്, LCD പ്രൊജക്ടർ, പ്രിന്റർ, ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ സ്പീക്കർ എന്താ ഔട്ട്പുട്ട്, ഓഡിയോ ഔട്ട്പുട്ടാണ് തരുന്നത്. സോ ഇതും നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഓൾറെഡി, ബേസിക് കാര്യങ്ങളാണ്. സോ അത്രയാണ് ആ ചാപ്റ്ററിലുള്ളത്. മെയിനായിട്ടുള്ളത് ഇത്രയാണ്. പിന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഈ സംഭവം നമ്മൾ മെയിനായിട്ട് പെടുത്തിയേക്കുന്നത് ലൈക്ക്, അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിനെ നമ്മൾ ജനറലി പറയാ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ പെടുന്ന ആ ഒരു കാറ്റഗറീനെ പറയുന്ന പേരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലാത്ത സോഫ്റ്റ്വെയർസ്, അതായത് വേർഡ്, എക്സൽ, അങ്ങനത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ഓഫീസ്, ഈ ഇമേജ് എഡിറ്റേഴ്സ്, ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ പറയാം. ഓക്കെ, നേരത്തെ പറയും ഫോട്ടോഷോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ പെടും. സോ അതാണ് സോഫ്റ്റ്വെയറിന്റെ മെയിൻ രണ്ട് ക്ലാസിഫിക്കേഷൻ. ഇനി എന്താ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സെയിം സംഭവം കൊമേഴ്സുകാർക്ക് ഇന്നലെയും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും, അതും എന്തായാലും ഉണ്ടാവും കേട്ടോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാ? ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടാ? ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും അത് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഒന്നും കൂടി പറയണോ? അതുപോലെ കൊമേഴ്സുകാർക്ക് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്നുള്ളത്. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നമുക്കത് അവോയ്ഡ് ചെയ്യാനും പറ്റൂല. ഓക്കെ, ആ 7 ഫേസസ് ഉണ്ടല്ലോ, അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ സയൻസുകാർക്ക്, കൊമേഴ്സുകാർക്ക് ഇന്നലെ രാത്രി പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ അല്ലെ, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. സോ ഓക്കെ, ലൂപ്പ്, ഓക്കെ ആഞ്ചലീന, ഓക്കെ ലൂപ്പ് കാണിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൂപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. മറ്റേ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മതിയല്ല. ലൂപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യുന്നതിന്റെ ഒരു ലൂപ്പ്, ബേസിക് ലൂപ്പ് കാണിക്കാം. സോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 1 മുതൽ 5 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ? സോ അതിന്റെ ലൂപ്പിന്റെ പോർഷൻ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. സോ നമുക്ക് തുടങ്ങേണ്ടത് 1 നിന്നാണ്, പ്രിന്റ് ചെയ്യേണ്ടത് 5 വരെയാണ്, എൻഡ് ചെയ്യേണ്ടത് 5-ലും ആണ് അല്ലേ? സോ നമുക്കത് ആദ്യം ഒന്ന് എന്താ പറയുക, വൈൽ ലൂപ്പ് വെച്ചിട്ട് എഴുതി നോക്കാം, അല്ലെങ്കിൽ അല്ല ഫോർ ലൂപ്പ് വെച്ച് ആദ്യം എഴുതി നോക്കാം. ഫോർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? 1 നിന്നാണ് തുടങ്ങേണ്ടത് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ യൂസ് ചെയ്യുന്ന വേരിയബിൾ, അതായത് കൗണ്ടിങ് വേരിയബിൾ നമ്മൾ 1 സെറ്റ് ചെയ്തു. 1 തുടങ്ങുന്നതുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? സെമി കോളൻ ഇട്ടു. ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഫോർ ലൂപ്പിൽ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യണം അല്ലേ? ഇവിടെ കണ്ടീഷൻ എന്താ വരിക? എപ്പോഴാണ് അവസാനിക്കേണ്ടത് എന്നാണ് നമ്മളെ കണ്ടീഷൻ. 1 നിന്ന് തുടങ്ങുന്നു ഇവിടെ പറഞ്ഞു. ഇനി എവിടെ അവസാനിക്കണം എന്ന് പറയുന്നതാണ് നമ്മളെ കണ്ടീഷൻ. എവിടെ അവസാനിക്കേണ്ടത്? 5-ലാണ് അവസാനിക്കേണ്ടത് അല്ലേ? I 5 ആവുമ്പോഴാണ് നമുക്ക് അവസാനിക്കേണ്ടത്. സോ അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതിനർത്ഥം I 5 ആവുമ്പോൾ 5-ന് ശേഷം ഇത് അവസാനിക്കും. അതുവേണ്ടി നമ്മൾ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൊടുത്തു. ഇനി ഓരോ പ്രാവശ്യം നമ്മൾ 1 2 3 അങ്ങനെയല്ല പ്രിന്റ് ചെയ്ത് പോകണ്ടേ? ഓരോ പ്രാവശ്യം ഒന്ന് കൂടി വരും അല്ലേ? ആദ്യം 1 പ്രിന്റ് ചെയ്യും, പിന്നെ അതിനോട് 1 കൂട്ടുമ്പോൾ 2 പ്രിന്റ് ചെയ്യും, 3 പ്രിന്റ് ചെയ്യും അല്ലേ? സോ ഒന്ന് കൂടിയാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യും? I ഈക്വൽ ടു I പ്ലസ് 1 എന്ന് കൊടുക്കും. ഓക്കെ, ഇനി അപ്പൊ അത്രയും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഇത് പ്രിന്റ് ചെയ്യണം അല്ലേ? സോ ആ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ എന്തിലാണ് എഴുതുക? കേളി ബ്രേസസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യാനുള്ള കാര്യം എഴുതുക. സി ഔട്ട് I എന്ന് എഴുതി. നമുക്ക് ഇപ്പോ ഇങ്ങനെ 1 2 3 ഇങ്ങനെ താഴോട്ടാണ് വരേണ്ടതെന്ന് വിചാരിക്കുക പ്രിന്റ് ചെയ്തിട്ട്. ഓക്കെ, ഇങ്ങനെ 1 2 3 നിന്ന് താഴോട്ട് ഓരോ പ്രാവശ്യം പ്രിന്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക സി ഔട്ട് I കൊടുത്തു. അതിനുശേഷം വീണ്ടും ഈ ഒരു ഓപ്പറേറ്റർ ഇട്ടിട്ട് അടുത്ത ലൈനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? \n എന്ന് കൊടുക്കണം. \n എന്ന് പറഞ്ഞാൽ C++ മനസ്സിലാവും, ന്യൂ ലൈൻ, അടുത്ത പുതിയ ലൈനിലോട്ട് പോകണം. അപ്പോൾ ഓരോ പ്രാവശ്യം പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ലൈനിലോട്ട് പോകും. ഓക്കെ, ഇങ്ങനെയാണ് ആ ലൂപ്പ് വരിക. സോ ഇതെങ്ങനെ? ആദ്യം 1 സെറ്റ് ചെയ്യും, പിന്നെ 1 ലെസ് ദാൻ 5 ആണോ നോക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആണോ നോക്കും. ആദ്യത്തെ കേസിൽ എന്തായാലും ഉള്ളിൽ കയറും അല്ലേ? 1 ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കയറും, എന്നിട്ട് 1 പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്താ? ന്യൂ ലൈനിലോട്ട് പോകാൻ പറയും. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കും, ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. ന്യൂ ലൈനിലോട്ട് പോകാൻ പറഞ്ഞാൽ അവിടെ വന്ന് നിന്നു. നേരെ ഇങ്ങോട്ട് വന്നു, I ഈക്വൽ ടു I പ്ലസ് 1 ആയി. സോ 1-നോട് ഒന്നുകൂടി കൂട്ടി 2 ആയി അല്ലേ? ബ്രേക്ക് വേണമെങ്കിൽ. സോ I ഈക്വൽ ടു 2 ആയി അപ്പോൾ അല്ലേ? ഇൻക്രിമെന്റ് ചെയ്തു. നേരെ ഇങ്ങോട്ട്, പിന്നെ ഇനി അടുത്തത് വരെ ഇങ്ങോട്ടാ. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വരും, അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. I ലെസ് ദാൻ 5 ആണോ, ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കി. I 2 ആണല്ലേ ഇവിടെ. അപ്പോൾ എന്താ? വീണ്ടും ട്രൂ ആയി ഉള്ളിലോട്ട് വന്നു, ഇവിടെ വന്നു. എന്നിട്ട് എന്താ? പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. 2 പ്രിന്റ് ചെയ്തു. ഇപ്പൊ ഇവിടെയാണ് നിൽക്കണത് നേരത്തെ അല്ലേ? സോ 2 പ്രിന്റ് ചെയ്തു. വീണ്ടും \n കണ്ടു, അടുത്ത ലൈനിലോട്ട് പോയി. ഇനി വീണ്ടും ഇങ്ങോട്ട് വന്നു, I 3 ആയി. ഇവിടെ ചെക്ക് ചെയ്തു, അത് ഓക്കെ ആയി. പിന്നെ അടുത്തത് പ്രിന്റ് ചെയ്തു, 3 വന്നു. \n കണ്ടു, അടുത്തതിലോട്ട് പോയി. വീണ്ടും ഇങ്ങോട്ട് വന്നു, എന്തായി? 4 ആയി. ഇവിടെ കണ്ടീഷൻ വന്ന് ചെക്ക് ചെയ്തു, വീണ്ടും ഓക്കെ ആയി കണ്ടീഷൻ. വീണ്ടും ഉള്ളിലോട്ട് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ വന്ന് 4 പ്രിന്റ് ചെയ്തു. \n കണ്ടതുകൊണ്ട് വീണ്ടും അടുത്ത ലൈനിലോട്ട് പോയി. വീണ്ടും അടുത്ത വന്നു, I എന്തായി? 5 ആയി. ഇവിടെ നോക്കിയപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അഗെയിൻ അതും ട്രൂ ആയി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതുകൊണ്ട്. സോ വീണ്ടും എന്ത് ചെയ്തു? ഇവിടെ വന്നു, 5 പ്രിന്റ് ചെയ്തു. \n വന്നു, വീണ്ടും താഴോട്ട് പോയി, ഇവിടെ എത്തി നിന്നു. നേരെ ഇങ്ങോട്ട് വന്നു, I ഇപ്പൊ എന്തായി? 5 ഒന്നുകൂടി കൂട്ടി 6 ആയി അല്ലേ? 6 ആയി. ഇവിടെ വന്നു നോക്കിയപ്പോൾ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അല്ല, Iയിൽ ഇപ്പൊ എന്താ? 6 ആണുള്ളത് അല്ലേ? 6 5-നും ചെറുതല്ലല്ലോ, 5ഉം അല്ല 5-നും ചെറുതും അല്ല. സോ എന്തായി? ഇവിടെ വെച്ച് ലൂപ്പ് എക്സിറ്റ് ആയിട്ട് നേരെ പുറത്തോട്ട് പോകും. ഇവിടെ വരും, ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവും. സോ അപ്പോഴത്തേക്ക് നോക്കി നമ്മൾ ഔട്ട്പുട്ട് 1 2 3 4 5 എന്ന് വന്നു. ഇനി ഇതിപ്പോ താഴോട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. ഇതിന് പകരം നമുക്ക് നേരെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് പോകണം എന്ന് വിചാരിക്കുക. ഇങ്ങനെ പ്രിന്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ \n പകരം ഇവിടെ \t എന്ന് കൊടുക്കുക. ഓക്കെ, കാരണം \t എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
ടാബ് എന്നാണ്. നമ്മളെ കീബോർഡിൽ ടാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടിട്ടില്ലേ, കീ കണ്ടിട്ടില്ലേ കീബോർഡിനകത്ത്? അതെന്തിനാ? ഒരു 4 സ്പേസ് വരെ, 4 3 സ്പേസ് വരെ ഇടും. സോ ഈ ടി കാണുമ്പോൾ ഓരോ പ്രാവശ്യം പ്രിന്റ് ചെയ്തിട്ടും 4 സ്പേസ് ഇടും. എന്നിട്ട് അടുത്ത ഇറ്ററേഷനിൽ വരുമ്പോൾ അടുത്ത പ്രിന്റ് ചെയ്യും, പിന്നെ അടുത്ത സ്പേസ് ഇടും, അങ്ങനെ അങ്ങനെ പ്രിന്റ് ചെയ്ത് പോകും. ഓക്കെ. സോ നിങ്ങളെ ഔട്ട്പുട്ട് എങ്ങനെയാ വേണ്ട അതിനനുസരിച്ചാണ് /t വേണോ /n വേണോ എന്ന് തീരുമാനിക്കുക കേട്ടാ. ഓക്കെ. സോ ലൂപ്പ് ക്ലിയർ ആണോ? ആ ഏഞ്ചലീന. ആ 1 തന്നെ വേണമെന്നില്ല, നമുക്ക് 2 കൊടുക്കാം. ഇപ്പൊ നമുക്ക് കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മളെടുത്ത് ഇപ്പം ഓഡ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത് നോക്കാം. സോ ആ കേസിലാണെങ്കിൽ 1 3 5 എന്നല്ലേ പ്രിന്റ് ചെയ്ത് പോവാ. സോ 1 കഴിഞ്ഞിട്ട് പിന്നെ 2 ആഡ് ചെയ്താലല്ലേ 3 കിട്ടുക. 3നോട് പിന്നെ 2 ആഡ് ചെയ്താൽ 5 കിട്ടും. സോ അങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കൊടുത്താൽ മതി. സോ അപ്പൊ അതും മാറ്റാം. അതായത് നമ്മളിപ്പോ 1 നിന്ന് തുടങ്ങുന്നോണ്ടാ. ഇപ്പൊ നമുക്ക് 2 to 5 പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ i = 2 എന്ന് കൊടുക്കാം. നമുക്ക് ഏതിനാ തുടങ്ങേണ്ടത് അത് ഇവിടെ കൊടുക്കാം. എന്നുവെച്ചാൽ i തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിളിന്റെ പേര് കൊടുക്കാം ഇവിടെ. ഓക്കെ. ആ സമ്മും ആവറേജും കാണേണ്ടത് 1 to 49 വരെയുള്ള നമ്പേഴ്സിന്റെ അല്ലേ? ഓ ഈവൻ നമ്പേഴ്സിന്റെ. സോ അത് നമുക്ക് ഇതിൽ തന്നെ മോഡിഫൈ ചെയ്താണെങ്കിൽ നമുക്ക് ചെയ്യാം ഈ ഒരു പ്രോഗ്രാമിൽ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് 1 മുതൽ 49 വരെയുള്ള നമ്പേഴ്സിന്റെ, അതായത് ഈവൻ നമ്പേഴ്സിന്റെ സമ്മും ആവറേജും അല്ലേ, അതാണ് നമ്മളിവിടെ കാണാൻ പോണത്. സോ നമ്മളെ ഉദ്ദേശം എന്താ? 1 to 49 ആണ്, ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ. സോ 1 തന്നെ നമ്മളിവിടെ തുടങ്ങി. ഈവൻ നമ്പേഴ്സ് ആവുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ 1 നിന്ന് തുടങ്ങാൻ പറ്റില്ല. ഈവൻ നമ്പേഴ്സ് അപ്പോൾ സ്റ്റാർട്ടിങ് എത്രയാ? ഈവൻ നമ്പർ ആദ്യത്തെ ഈവൻ നമ്പർ എത്രയാ? 2 ആണ് അല്ലേ. സോ അതുകൊണ്ട് നമ്മളിവിടെ 1 to 49 എന്ന് പറഞ്ഞാലും 2 എന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് i = 2 എന്ന് ഞാൻ കൊടുത്തു, കാരണം ഫസ്റ്റ് ഈവൻ നമ്പർ അതല്ലേ. ഇനി 49 വരെ എന്നാ പറഞ്ഞത്. സോ ഒന്നില്ലെങ്കിൽ <50 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ <= 49 എന്ന് കൊടുക്കാം. രണ്ടായാലും സെയിം ആണ് എഫക്റ്റ്. ഇനി ഓരോ ഈവൻ നമ്പർ വെച്ചിട്ട് എടുക്കേണ്ടത്. ഒരു ഈവൻ നമ്പറിനോട് ഒരു അടുത്ത ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 ആഡ് ചെയ്ത് പോകണം അല്ലേ. 2നോട് 2 ആഡ് ചെയ്താൽ 4 കിട്ടി, 4നോട് 2 ആഡ് ചെയ്താൽ 6 കിട്ടി. അപ്പൊ 2 ആണ് നമുക്ക് എന്ത് ചെയ്ത് പോകേണ്ടത്? ആഡ് ചെയ്ത് പോകേണ്ടത്. അത് നമുക്ക് ഇവിടെ കൊടുക്കാം, i = i + 2. ഓക്കെ. സോ ഒരു ബേസിക് വെറുതെ ലൂപ്പ് ചെയ്ത് പോകാനുള്ള കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? സമ്മും ആവറേജും ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് മുന്നേ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം സമ്മിനെ. ഇവിടെ നമ്മളൊരു സം വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കും, ഇന്റ് സം = 0 എന്ന് സെറ്റ് ചെയ്തിട്ടു. കാരണം ഫസ്റ്റ് വാല്യൂ 0 ആയിട്ട് എപ്പോഴും സെറ്റ് ചെയ്യാം സമ്മ്. ഇനി ആവറേജ് എന്താവാം? ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക? ആവറേജ് മിക്കവാറും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരിക്കും വരിക, അല്ലെ ഡെസിമൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആവറേജ് ഫ്ലോട്ട് എന്ന് കൊടുത്തു, AVG. ഓക്കെ, അതും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള ലൂപ്പ് നോക്കാം. സോ i 2 എന്നാണ് തുടങ്ങണത്. നമുക്കെന്താ സമ്മ കണ്ടുപിടിക്കേണ്ട? ആദ്യം സം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സം കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? നമ്മൾ സം ഇവിടെ സെറ്റ് ചെയ്യുന്നത് 0 ആണ്. സോ സം = സം പ്ലസ് i എന്ന് കൊടുക്കാം. ഓക്കെ, സം പ്ലസ് i എന്ന് കൊടുക്കാം. സോ ഈ കേസിൽ എങ്ങനെയാ? ഓരോ നമ്പർ കൊടുക്കുക. 2 എന്ന് തുടങ്ങും. ഫസ്റ്റ് ടൈമിൽ എന്താവും? ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സം = സം പ്ലസ് i എന്ന് പറയുമ്പോൾ സമ്മിൽ 0 ആണ് അല്ലെ. 0 + 2 സ്റ്റോർ ആവും. നെക്സ്റ്റ് ഇറ്ററേഷനിൽ എന്താവും? ഇവിടെ 4 ആവും. കണ്ടീഷൻ ട്രൂ ആണ്, ഇങ്ങോട്ട് വന്നു. സോ സമ്മിൽ ഇപ്പൊ 2 ആണുള്ളത്. 2 + 4
6 ആവും. അങ്ങനെ 1 by 1 ഐറ്ററേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സമ്മിൽ വാല്യൂ കിട്ടും. ഇനി ആവറേജ് നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് ലൂപ്പിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? ആവറേജ് എന്ന് പറയുന്നത് എല്ലാം കൂടി സം ചെയ്തിട്ട് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ്, അതല്ലേ അതിന്റെ ആവറേജ് വരിക. സോ 1 to 49 എത്ര ഈവൻ നമ്പർ വരും? 1 to 50, 20, 25 24 20 ഏഞ്ചലീന 24. സോ നമുക്ക് അത് ലൂപ്പിന് ശേഷം എഴുതിയാൽ മതി. നമുക്ക് സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം കാണാൻ പറ്റുള്ളൂ അല്ലേ ആവറേജ്. സോ ഇത് ലൂപ്പിന്റെ പുറത്ത് നമുക്ക് എഴുതാം. AVG ഈക്വൽ ടു സം ബൈ 24. അങ്ങനെ കൊടുത്താൽ ആവറേജ് ഇതിൽ കിട്ടും. സമ്മ് ഫുള്ള് കണ്ടു കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആവറേജും കാണാം ലൂപ്പിന്റെ പുറത്ത്. സോ ഇങ്ങനെയായിരിക്കും ആ കോഡ് വരിക. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ലാസ്റ്റ് സി ഔട്ട് സമ്മ് കൊടുക്കുക, സി ഔട്ട് ആവറേജ് കൊടുക്കുക. അതെ സമ്മ് ആവറേജ് വേരിയബിൾ എന്തായാലും വേണമല്ലോ സ്റ്റോർ ചെയ്യണമെങ്കിൽ. പിന്നെ ഐ ഡിക്ലെയർ ചെയ്യണം. വേറെ ആർക്കും ഡൗട്ട് ഉണ്ട് അതിനകത്ത്? വലിയ പ്രോഗ്രാംസ് വരാൻ ചാൻസ് ഇല്ല, പക്ഷെ ലൂപ്പുള്ള പ്രോഗ്രാം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ലൂപ്പ്. സോ ബേസിക് ലൂപ്പ് ഞാൻ നേരത്തെ കാണിച്ചത് 1 to 5 പ്രിന്റ് ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുള്ള ടോപ്പിക് ഉണ്ടോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം താല്പര്യമുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ വേഗം ഒന്നില്ലെങ്കിൽ മെസ്സേജിൽ ഇട്ടോ അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് പറ, നമുക്കത് നോക്കാം. ആർക്കും ഡൗട്ട് ഇല്ല? എല്ലാവരും പഠിച്ചു കഴിഞ്ഞാ? കമ്പ്യൂട്ടർ സയൻസ് ആര് പ്രത്യേകിച്ച് നിങ്ങൾക്കല്ല എക്സാം എന്നുള്ളത്? പ്രോഗ്രാം വരാൻ ചാൻസ് ഇല്ല. സെലക്ഷൻ സോർട്ടിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. പിന്നെ ആ അൽഗോരിതം ടെക്സ്റ്റിൽ കൊടുത്തില്ല, അത് വായിച്ചു നോക്കുക. ഐഡിയ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇത് ജസ്റ്റ് നോക്കി വെക്കുക, അൽഗോരിതം നോക്കി വെക്കുക. അല്ലാതെ പ്രോഗ്രാം ആയിട്ട് വരാൻ ചാൻസ് കാണുന്നില്ല. സെലക്ഷൻ സോർട്ട് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഇത് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാത്രമുള്ള കേട്ടോ, കൊമേഴ്സുകാർക്ക് ഇല്ലാത്ത ടോപ്പിക്കാണ്. സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു നമ്പർ സോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റിനെ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് അതിനകത്ത് ആദ്യം ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോയി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇങ്ങനെ ഒരു അറിയാന്ന് വിചാരിക്കുക, 10 3 5 61. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു അറേ. സോ ഇതിലെ സെലക്ഷൻ സോർട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ ആദ്യം കൊണ്ടുവയ്ക്കും. സോ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാ? 3 ആണല്ലേ. സോ 3നെ ആദ്യം എഴുതും. 3. ഇനി അടുത്ത സ്മോളസ്റ്റ് കണ്ടുപിടിക്കും. ലൈക്ക് സാധാരണ നമ്മൾ എങ്ങനെയാ ഒരു സോർട്ട് ചെയ്യുക, അതുപോലെ തന്നെയാണ് സെലക്ഷൻ സോർട്ടിൽ വരിക. അതായത് ഓരോ സ്മോളസ്റ്റ് നമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതുകൊണ്ടാണ് സെലക്ഷൻ എന്ന് പറയുന്നത്, സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്. ഓരോ സ്മോളസ്റ്റ് നമ്പറിനെ സെലക്ട് ചെയ്തിട്ട് അതിങ്ങനെ സോർട്ട് ചെയ്ത് എഴുതും. ഇനി അടുത്ത സ്മോളസ്റ്റ് ഏതാ? 5 അല്ലേ. 5. നെക്സ്റ്റ് സ്മോളസ്റ്റ് 6. സോറി 6 അല്ല, 10. ഇത് 61 ആണ്. പിന്നെ വരുന്നത് 61. അതായത് സ്മോളസ്റ്റ് വാല്യൂ ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ആ അറേയിലെ ഏറ്റവും സ്മോളസ്റ്റ് ഏതാന്ന് കണ്ടുപിടിക്കും. അതിനെ ഫസ്റ്റ് പൊസിഷനിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. പിന്നെ സെക്കൻഡ് സ്മോളസ്റ്റ് കണ്ടുപിടിക്കും, അതിനെ സെക്കൻഡ് പൊസിഷനിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. പിന്നെ തേർഡ്, അങ്ങനെ പോകും. അങ്ങനെ ഓരോ പാസിലും
അതിലെ സ്മോളസ്റ്റ് കണ്ടുപിടിച്ച് ഫസ്റ്റ് പൊസിഷനിലോട്ടും പിന്നെ സെക്കൻഡ് പൊസിഷനിലോട്ടും തേർഡ് പൊസിഷനിലോട്ടും ആയിട്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് മൊത്തത്തിൽ സോർട്ട് ചെയ്യുന്ന പരിപാടിയാണ് സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റിനെ സെലക്ട് ചെയ്യും, അതുകൊണ്ടാണ് അതിനെ സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്. ഇതേപോലെയുള്ള വേറെ സോർട്ട് ഏതായിരുന്നു? ബബിൾ സോർട്ട്. ബബിൾ സോർട്ടിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ തൊട്ടടുത്ത നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യും. സോ ഈ ഒരു കേസിൽ ആദ്യം എന്താ ചെയ്യുക? 10നെയും 3നെയും കമ്പയർ ചെയ്യും അല്ലേ. ഇനി അത് ഏതാ ചെറുത് നോക്കും. സോ ഇതിൽ 3 ആണ് ചെറുത്. സോ 3നെ 10നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഇങ്ങനെയാവും അപ്പൊ നമ്പർ 3, 10, 5, 61 ഇങ്ങനെയായിരിക്കും നമ്പർ വരിക ഫസ്റ്റത്തെ പാസിൽ. ഇനി അടുത്ത ഏതാ കമ്പയർ ചെയ്യുക? ഈ 10ഉം 5ഉം കമ്പയർ ചെയ്യും. ബബിൾ സോർട്ടിന്റെ കാര്യമാണ്. തൊട്ടടുത്ത നമ്പേഴ്സ് കമ്പയർ ചെയ്യുക. 10ഉം 5ഉം കമ്പയർ ചെയ്യും. അപ്പൊ അതിൽ ഏതാ ചെറുത് നോക്കും? 5 ചെറുത്. സോ അഗെയിൻ 5ഉം 10ഉം തമ്മിൽ പൊസിഷൻസ് എക്സ്ചേഞ്ച് ചെയ്യും. സോ 5, 10 എന്ന് പറഞ്ഞു വരും 61. അങ്ങനെ തന്നെ. ഇനി വീണ്ടും ലാസ്റ്റത്തെ ഒന്നും കൂടി നോക്കും. 10ഉം 61ഉം ചെക്ക് ചെയ്യും. ആ സമയത്ത് ഏതാ ചെറുത് നോക്കും. നോക്കുമ്പോൾ ഏതാ? 10 തന്നെയാണ് ചെറുത്. അപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല, അതേപോലെ തന്നെ എഴുതും. 3, 5, 10, 61. അപ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്പർ ആയല്ലേ. സോ എന്താ? സോർട്ടായി അല്ലേ. സോ ബബിൾ സോർട്ടിൽ എപ്പോഴും തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് ആണ് കമ്പയർ ചെയ്യുക. മറ്റേതിൽ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പൊസിഷനിലോട്ടും സെക്കൻഡ് സ്മോളസ്റ്റ് സെക്കൻഡ് പൊസിഷനിലോട്ടും തേർഡ് സ്മോളസ്റ്റ് തേർഡ് പൊസിഷനിലോട്ടും അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് പോകും. ഇത് അടുത്ത നമ്പേഴ്സ് കമ്പയർ ചെയ്ത് ചെറുതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, റൈറ്റിലുള്ളത് ചെറുതാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അടുത്ത പെയർ എടുക്കും. ഓരോ പെയർ ആയിട്ട് എടുത്തിട്ട് പോവുക ചെയ്യുക. സോ എന്താ? ഒരു ബബിൾ വരയ്ക്കുമ്പോൾ ആകെ 2 നമുക്ക് കിട്ടുന്നത് അല്ലേ. അതുകൊണ്ടാണ് തന്നെ ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. ഒരു ബബിളിനകത്തുള്ള എലമെന്റ്സ് തമ്മിൽ സോർട്ട് ചെയ്യും. അതായത് ഒരു ചെറിയ പോർഷൻ, അതായത് തൊട്ടടുത്ത എലമെന്റ്സ് തമ്മിൽ സോർട്ട് ചെയ്യുക. അതാണ് ബബിൾ സോർട്ട്. സോ അത് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്പർ തന്നിട്ട് അത് സോർട്ട് ചെയ്യാനാണ് പറയാം. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ എഴുതണ്ടേ. അപ്പൊ ഇങ്ങനെ തന്നിട്ട് ബബിൾ സോർട്ട് ചെയ്യാൻ പറയും ചിലപ്പോൾ നമ്പേഴ്സ്. സോ നമ്മൾ ഓരോ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. ഓരോ സ്റ്റെപ്പ് എഴുതുക. അതുപോലെ വട്ടം വരച്ച് വെക്കുക, ഏതൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്നുള്ളത് വാല്യൂസ്. അതങ്ങനെ എഴുതി വെക്കുക. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ സോർട്ടഡ് ആണെന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഇതേപോലെ സെർച്ചിങ്ങും 2 ഉണ്ട് അല്ലേ. ബൈനറി സെർച്ചും ലീനിയർ സെർച്ചും അല്ലേ. അതിൽ ലീനിയർ സെർച്ച് എന്താ? സാധാ പോലെ നമ്മൾ ഒരു അറയിലെ ഓരോ എലമെന്റ് 1 by 1 ഏറ്റവും സ്റ്റാർട്ടിങ് തുടങ്ങി അവസാനം വരെ ഓരോ എലമെന്റ് എടുത്തും ചെക്ക് ചെയ്ത് നോക്കും നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് അവിടെ ഉണ്ടോ എന്നുള്ളത്. അതാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. അതും അഗെയിൻ ഇപ്പം ഈ ഒരു അറയിൽ ഞാനിപ്പോൾ 30 സെർച്ച് ചെയ്യാന്ന് വിചാരിക്കാം. 30 സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ലീനിയർ സെർച്ച് ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം ഫസ്റ്റ് പൊസിഷനിൽ വന്ന് നോക്കും. ഓക്കെ 30 ഇവിടെ ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ അടുത്ത പൊസിഷനിലോട്ട് നോക്കും. അല്ലെങ്കിൽ അടുത്ത ഇപ്പോൾ അതാണോ നോക്കും. അല്ല 20 ആണോ? അല്ല 30 ആണോ? അല്ല. നെക്സ്റ്റ് പൊസിഷൻ നോക്കും. 30 ആണോ? അതെ. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ലീനിയർ സെർച്ച്. 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോ എലമെന്റ് എടുത്ത് സെർച്ച് ചെയ്ത് പോകും. അത് ലീനിയർ സെർച്ച്. ഇനി ബൈനറി സെർച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സോർട്ടഡ് അറയിൽ മാത്രമേ ബൈനറി സെർച്ച് പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ. സോ ബൈനറി സെർച്ചിൽ നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുക ഒരു മിഡ് പോയിന്റ് കണ്ടുപിടിക്കും. എന്തിരിക്കട്ടെ എളുപ്പത്തിന്. ഓക്കെ. ഇപ്പൊ നമ്മൾ 30 തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അറേ. ഇതിലൊരു മിഡ് പോയിന്റ് കണ്ടുപിടിക്കും. അതെന്ന് വെച്ചാൽ അറേയുടെ സൈസ് വെച്ചിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും. തൽക്കാലം ഇതായിക്കട്ടെ മിഡ് പോയിന്റ്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? മിഡ് പോയിന്റിലാണോ എലമെന്റ് ഉള്ളത് നോക്കും. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഫസ്റ്റിന് 30 കിട്ടി. മിഡ് പോയിന്റിൽ തന്നെ വാല്യൂ കിട്ടി. ഞാൻ തൽക്കാലം വേറെ നമ്പർ സെർച്ച് ചെയ്ത് നോക്കാം. ഇതാ 50 ആണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ. ആദ്യം ഈ ബൈനറി സെർച്ച് പ്രകാരം നമ്മൾ മിഡ് പോയിന്റിലാണോ നോക്കും. 50 ആണോ നോക്കും. നോക്കുമ്പോൾ എന്താ? അല്ല 50 അല്ല 30 ആണ് മിഡ് പോയിന്റിലുള്ളത്. ഇനി അടുത്ത എന്താ ചെയ്യാന്ന് വെച്ചാൽ മിഡ് പോയിന്റിന്റെ കാളും വലുതാണോ, അതായത് ഈ നമ്പർ നമ്മൾ സെർച്ച് ചെയ്യുന്ന നമ്പർ മിഡ് പോയിന്റിനേക്കാളും വലുതാണോ ചെറുതാണോ നോക്കും. നമ്മൾ സെർച്ച് ചെയ്യുന്ന നമ്പർ എന്താ? മിഡ് പോയിന്റിനേക്കാളും വലുതാണ് അല്ലേ. അതുകൊണ്ട് എന്താ ഉറപ്പ്? എന്തായാലും ഇങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. കാരണം ഇത് സോർട്ടഡ് അറയാണ്. ഇങ്ങോട്ട് ഇനി എന്തായാലും 30 ചെറുതല്ലേ ഉണ്ടാവുള്ളൂ. നമ്മളെ നമ്പർ 30 വലുതല്ലേ. അപ്പൊ ഇവിടേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങോട്ട് മാത്രം നോക്കിയാൽ മതി അല്ലേ. സോ റൈറ്റിലോട്ട് നോക്കാം പോവാം. സോ അപ്പൊ എന്ത് മനസ്സിലാവും? ഓക്കെ ഇങ്ങോട്ട് നോക്കണ്ട, ഇവിടേക്ക് എല്ലാം ചെറിയ വാല്യൂസാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്നത് മിഡ് പോയിന്റിനേക്കാളും വലുതായതുകൊണ്ട് ഇപ്പോഴത്തെ സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാവും.
എന്നിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുക, വീണ്ടും അടുത്തത്. അപ്പോൾ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഇതാ കൺസിഡർ ചെയ്യും. ഇതിൽ മിഡ് പോയിന്റ് നോക്കും. ഇതിൽ ഏതെങ്കിലും മിഡ് പോയിന്റ് നോക്കും. ഇതിൽ മിഡ് പോയിന്റ് നോക്കുമ്പോൾ നമ്മൾ യൂഷ്വലി 2 എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ 2/2 എന്ന് പറയുമ്പോൾ നമുക്ക് 1 അല്ലേ കിട്ടുക. ഈ കേസ് ഇതാണ് നമ്മൾ മിഡ് പോയിന്റ് എടുക്കുക. ഓക്കെ, ഇതാണോ നോക്കും, അല്ലാന്ന് വേണ്ടു. അപ്പൊ എന്ത് മനസ്സിലായി, ഇനി ബാക്കി ഒരു എലമെന്റേ ഉള്ളൂ. സോ ഇതാണ് തന്നെയല്ല, ഇതിനേലും വലുതാണെന്ന് മനസ്സിലായി. സോ ഇങ്ങോട്ടാണെന്ന് മനസ്സിലായി. ഇതാണ് മിഡ് പോയിന്റ്. അപ്പൊ മിഡ് പോയിന്റ് ആയിട്ട് നമ്മൾ 50 കമ്പയർ ചെയ്തു. അപ്പൊ മിഡ് പോയിന്റിൽ അല്ല എന്ന് മനസ്സിലായി. ഇനി മിഡ് പോയിന്റിനേക്കാളും വലുതാണോ നമ്മളെ നമ്പർ അതോ ചെറുതാണോ നോക്കൂ. സോ നമ്മളത് വലുതാണ്, അതുകൊണ്ട് റൈറ്റിലോട്ട് നോക്കിയാൽ മതി എന്ന് പറയും. എന്നിട്ട് റൈറ്റിലോട്ട് നോക്കൂ. റൈറ്റിലോട്ട് നോക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടി അല്ലേ. സോ ഇതിപ്പോ ഒരു ലീനിയർ സെർച്ചിലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ, 1 by 1 ആയിട്ട് സെർച്ച് ചെയ്ത് കുറേ സമയം എടുത്തേനെ 50-ലെത്താൻ അല്ലേ. ഓരോന്നോരോന്ന് എടുക്കണം. എല്ലാ എലമെന്റ്സും വിസിറ്റ് ചെയ്തിട്ടായിരിക്കും ലാസ്റ്റ് നമ്മൾ 50 എന്നുള്ളത് ഈ അറയിൽ കണ്ടുപിടിക്കുക. പക്ഷെ ഇതിപ്പോൾ ബൈനറി ആയതുകൊണ്ട് നമുക്ക് എന്താ ഇവിടേക്ക് ഒന്നും സെർച്ച് ചെയ്യേണ്ടി വന്നില്ല. നേരെ ഇങ്ങോട്ട് മാത്രം അതിന്റെ പകുതി സമയവും പകുതി കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. സോ എപ്പോഴും എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ്, ഒരു അറേ സോർട്ടഡ് ആണെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് ബൈനറി സെർച്ച് ആണ്. പക്ഷെ ബൈനറി സെർച്ച് ആകെ സോർട്ടഡ് അറയിൽ മാത്രമേ പറ്റുള്ളൂ. ലീനിയർ സെർച്ച് സോർട്ടഡ് അല്ലാത്ത അറയിലും പറ്റും. ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ അറയൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, ലീനിയർ സെർച്ച് ഓക്കെയാണ്. പക്ഷെ വലിയ അറയാണ്, സോർട്ടഡ് അറയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ബൈനറി സെർച്ച് ആണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. അതിന്റെ കമ്പാരിസണും ആ ടേബിളും നമ്മുടെ ടെക്സ്റ്റിൽ നമ്മുടെ മെറ്റീരിയൽസിലും ഉണ്ട്. സോ അതും ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോണോട്ടാ. സോ ഏകദേശം ടൈം ആയില്ലേ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർക്കൊക്കെ ഓൾ ദ ബെസ്റ്റ്. കോമേഴ്സുകാർ നമ്മളെന്തായാലും ഇനിയും കാണും, അതുകൊണ്ട് ഞാൻ അപ്പം പറയാം. കമ്പ്യൂട്ടർ സയൻസുകാരൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, നല്ലോണം വായിച്ചു നോക്കുക, കറക്റ്റ് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് സ്കോർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.